ഈ കഥ ആരംഭിക്കുന്നത് സൊക്കോവിയയിലാണ്. അവഞ്ചേഴ്സ് എല്ലാവരും കൂടെ ഹൈഡ്രയുടെ ഒരു ഫെസിലിറ്റി റെയ്ഡ് ചെയ്യാൻ ചെന്നിരിക്കുകയാണ്. ഇത് മറ്റേ വോൺ സ്ട്രക്കറിന്റെ ഫെസിലിറ്റിയാണ്. ലോക്കിയുടെ ആ സെപ്റ്റർ വെച്ചിട്ട് അയാൾ ചില മനുഷ്യരിലൊക്കെ എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ അയാൾ ഉണ്ടാക്കിയെടുത്ത 2 സൂപ്പർ ഹ്യൂമൻസ് ആണ് വാൻഡയും അവളുടെ സഹോദരനായ പീഡ്രോയും. ആ ഒരു ഫെസിലിറ്റിയിലേക്കാണ് അവഞ്ചേഴ്സ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഒരു ഗംഭീര ഫൈറ്റ് തന്നെയാണ് ആദ്യം കാണിക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടോണി നേരെ പോയിരിക്കുന്നത് ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ്. പക്ഷെ അവൻ അതിന്റെ അകത്തേക്ക് കയറാൻ സാധിക്കുന്നില്ല. അവിടെ എന്തോ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് അത് ബ്രേക്ക് ചെയ്യാൻ സാധിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ജാർവിസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബിൽഡിംഗ് എന്തോ ഒരു എനർജി ഷീൽഡ് വെച്ച് പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പിടിച്ച മറ്റ് ഹൈഡ്ര സങ്കേതങ്ങളെ അപേക്ഷിച്ചിട്ട് ഈ സ്ട്രക്കറുടെ ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് എന്നാണ് ജാർവിസ് പറയുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ തോർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോക്കിയുടെ സെപ്റ്റർ അവിടെ ഉണ്ടാവും, അല്ലാതെ സ്ട്രക്കർക്ക് ഇത്ര ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എന്നാണ് അവൻ പറയുന്നത്. ഇതേ സമയം തന്നെ ആ സ്ട്രക്കർ ആണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ അകത്താണുള്ളത്. അയാളുടെ അനുയായികളുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഒരുപക്ഷെ ആ സെപ്റ്റർ എടുക്കാനായിരിക്കും അവഞ്ചേഴ്സ് ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യും, ബാക്കിയുള്ള എല്ലാ ടാങ്കുകളും പുറത്തേക്ക് ഇറക്ക്, എന്നിട്ട് അവരുടെ കൂട്ടത്തിലെ ദുർബലമായവരെ ഫോക്കസ് ചെയ്യും. ഒരടി കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്തിരിയാൻ സാധ്യതയുണ്ട് എന്നാണ് സ്ട്രക്കർ നിർദ്ദേശം കൊടുക്കുന്നത്. ഈ സമയം ആ സ്ട്രക്കറുടെ കൂടെ നിൽക്കുന്ന ഒരാൾ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. നമുക്ക് ഈ ട്വിൻസിനെ പുറത്തിറക്കി വിട്ടാൽ പോരെ എന്നാണ് അയാൾ ചോദിക്കുന്നത്. ഇല്ല, അതിന് സമയമായിട്ടില്ല, അവരുടെ കാര്യം എന്റെ പിള്ളേരെ നോക്കിക്കോളും എന്നാണ് സ്ട്രക്കർ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ സ്ട്രക്കറിന്റെ നിർദ്ദേശപ്രകാരം അയാളുടെ ആളുകൾ ഭീകരമായിട്ടുള്ള ആക്രമണം അയച്ചുവിടാണ്. അതിന്റെ ഒരു ഇമ്പാക്ട് സിറ്റിയിൽ ഉണ്ടാവുന്നുണ്ട്. കുറെ ആൾക്കാർക്കൊക്കെ അപകടം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലായ ഉടനെ ടോണി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്റെ അയൺ ആർമി അയക്കുകയാണ്. അത് കുറെ റോബോട്ട്സ് ആണ്. ആ റോബോട്ടുകളെല്ലാം സിറ്റിയിലേക്ക് ചെന്നിട്ട് അവിടുത്തെ ആൾക്കാരുടെ അടുത്ത് കാര്യം പറയാൻ തുടങ്ങി. ഇവിടെ ഇപ്പോൾ വലിയൊരു ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്, സിറ്റിയിൽ നിൽക്കുന്നത് സേഫ് അല്ല, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നൊക്കെയാണ് ആ റോബോട്ടുകൾ പറയുന്നത്. എന്നാൽ ചില ആളുകളൊക്കെ ആ റോബോട്ടുകൾക്കെതിരാണ്. അവർ ആ റോബോട്ടുകൾക്ക് നേരെ ഓരോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വലിച്ചെറിയാൻ തുടങ്ങി. ഇതേ സമയം തന്നെ സ്ട്രക്കർ ആണെങ്കിൽ അയാളുടെ ആ അനുയായികളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമ്മൾ ഒരിക്കലും കീഴടങ്ങാൻ പോകുന്നില്ല. അമേരിക്കക്കാർ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അവരുടെ കോമാളികളെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവരെ നമ്മൾ ചാക്കിൽ കെട്ടി തിരിച്ചയക്കും, അല്ലാതെ ഒരിക്കലും നമ്മളെ കീഴടങ്ങാൻ പോകുന്നില്ല എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നത്. ബാക്കിയുള്ളവരാണെങ്കിൽ അയാളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ആ സംസാരത്തിന് ശേഷം സ്ട്രക്കർ ഇപ്പൊ മറ്റേ ആളുടെ അടുത്തൊരു കാര്യം പറയാണ്. ഞാൻ കീഴടങ്ങാൻ പോവാണ്, നീ ഇവിടെ ഉള്ളതെല്ലാം ഡിലീറ്റ് ചെയ്തേക്കണം. നമ്മൾ ആ ആയുധങ്ങളൊക്കെ അവഞ്ചേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്തതിലേക്ക് അവർ ഒരുപാട് ചികഞ്ഞു നോക്കാൻ നിൽക്കത്തില്ല എന്നൊക്കെയാണ് സ്ട്രക്കർ പറയുന്നത്. എന്നാൽ ആ സംസാരത്തിനിടയിലാണ് അവർ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ട്വിൻസിനെ കാണുന്നില്ല. ഇതേ സമയം തന്നെ പീഡ്രോ ആണെങ്കിൽ അവന്റെ സൂപ്പർ സ്പീഡിൽ ആ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് ഓടി പോവാണ്. ക്ലിന്റ് അവിടെ നിൽക്കുന്നുണ്ട്. അവൻ ഒരുത്തിന് നേരെ അവന്റെ ആരോ ഷൂട്ട് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് പീഡ്രോ ഓടി വന്നിട്ട് ആരോ പിടിക്കുന്നത്. ഒരു മിന്നായം പോലെയാണത്. അതുകൊണ്ട് തന്നെ ക്ലിന്റിന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെ അവൻ വീണ്ടും അടുത്ത ആരോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് പീഡ്രോ അങ്ങോട്ട് വന്നിട്ട് അവൻ ഇടിച്ചു തെറിപ്പിക്കുന്നത്. ഈ സമയം അവൻ നോക്കുമ്പോൾ പീഡ്രോ അവന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഞാൻ വന്നത് നീ കണ്ടില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് പീഡ്രോ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഈ സമയം ക്ലിന്റ് വീണ്ടും ഒരു ആരോ എടുക്കുമ്പോഴാണ് പെട്ടെന്ന് അവന് വെടിയേൽക്കുന്നത്. അതോടൊപ്പം തന്നെ അവൻ തെറിച്ചു വീഴുകയും ചെയ്യുന്നു. അത് കണ്ട ഉടനെ തന്നെ നതാഷ അവന്റെ അടുത്തേക്ക് ഓടിപ്പോവാണ്. ഈ സമയത്താണ് പീഡ്രോ ഓടി വന്നിട്ട് ക്യാപ്റ്റൻ അടിച്ചു തെറിപ്പിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് അവനും മനസ്സിലായിട്ടില്ല. ഇവിടെ ഏതോ ഒരു അമാനുഷികൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഇതേ സമയം തന്നെ നതാഷയാണെങ്കിൽ ക്ലിന്റിന്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത്. അവളെ നോക്കുമ്പോൾ അവന് നല്ല രീതിയിലുള്ള മുറിവ് പറ്റിയിട്ടുണ്ട്. അവൾ അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെയുള്ള ഒരു ബങ്കറിൽ നിന്ന് തുരുതുര വെടിവെക്കുന്നത്. അത് കാണുമ്പോൾ ആരെങ്കിലും ആ ബങ്കറിലെ കാര്യം ഒന്ന് ഡീൽ ചെയ്യാവോ എന്നാണ് നതാഷ ചോദിക്കുന്നത്. അത് കേൾക്കേണ്ട താമസം ഹൾക്ക് നേരെ ഓടിച്ചെല്ലുന്ന ആ ബങ്കറിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ബങ്കർ മൊത്തത്തിൽ അങ്ങോട്ട് തകർത്ത് കളയുന്നു. ഇതേ സമയം തന്നെ ടോണി ആണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. അവൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറെ ആളുകൾ അവൻ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ടോണി ഉടനെ തന്നെ അവന്മാരെ എല്ലാവരും ഇടിച്ചു തെറിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അവന്മാരുടെ പണിയൊക്കെ തീർത്തിട്ട് ടോണി നേരെ ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ് പോകുന്നത്. അതിനുശേഷം ആ ബിൽഡിങ്ങിലേക്ക് ഒരു മിസൈൽ ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടെ ആ ഷീൽഡ് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഈ സമയമാകുമ്പോഴേക്കും തോറ് താഴെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവനെ കാണുമ്പോൾ ക്യാപ്റ്റൻ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഞാനിപ്പം മിന്നായം പോലെ ഒരുത്തനെ കണ്ടു. കുറെ പേരെ നേരിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരുത്തനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. സത്യത്തിൽ ഇപ്പോഴും ഞാൻ ശരിക്കും കണ്ടിട്ടില്ല എന്നൊക്കെയാണ് ക്യാപ്റ്റൻ പറയുന്നത്. അതിനിടയിലാണ് നതാഷ അവരോട് സംസാരിക്കുന്നത്. ക്ലിന്റിന്റെ പരിക്ക് കുറച്ച് മോശമാണ്, നമുക്ക് ഉടനെ തന്നെ തിരിച്ചു പോയേ പറ്റൂ എന്നാണ് അവള് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ക്ലിന്റിനെ ഞാൻ ജെറ്റിലേക്ക് എത്തിക്കാം, നീയും ടോണിയും എങ്ങനെയെങ്കിലും ആ സെപ്റ്റർ സെക്യൂർ ചെയ്യണം എന്നാണ് തോറ് പറയുന്നത്. ഈ സമയത്താണ് ആ സ്ട്രക്കറിന്റെ കുറെ ആൾക്കാർ അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ തോർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവന്റെ ചുറ്റിക വെച്ചിട്ട് ക്യാപ്റ്റന്റെ ഷീൽഡിൽ ഒരു അടി കൊടുക്കുകയാണ്. അതിൽ നിന്നും ശക്തമായിട്ടുള്ള ഒരു എനർജിയാണ് പുറത്തേക്ക് വരുന്നത്. അതിൽപ്പെട്ട് അങ്ങോട്ട് വന്ന എല്ലാവന്മാരും തെറിച്ചു പോകുന്നു. അങ്ങനെ അവന്മാരുടെ പണി തീർത്തതിന് ശേഷം എത്രയും പെട്ടെന്ന് സെപ്റ്റർ സെക്യൂർ ചെയ്യുന്നു പറഞ്ഞിട്ട് തോർ വേഗം അവിടെ നിന്ന് പോവാണ്.
ഇതേ സമയം തന്നെ ടോണിയാണെങ്കിൽ ആ ബിൽഡിങ്ങിനകത്തേക്ക് എത്തി. ഈ സമയം അവിടെ നിൽക്കുന്നവന്മാരൊക്കെ ടോണിക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ടോണിക്കാണെങ്കിൽ വെറും നിമിഷ നേരമേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഉടനെ തന്നെ അവിടെ നിൽക്കുന്നവന്മാർക്കൊക്കെ നേരെ ചെറിയ മിസൈൽ ഷൂട്ട് ചെയ്യാണ്. അതോടൊപ്പം തന്നെ അവന്മാരുടെ പണിയൊക്കെ തീർന്നു. അങ്ങനെ ടോണി വേഗം ചെന്നിട്ട് അവിടുത്തെ കമ്പ്യൂട്ടറിലുണ്ടായിരുന്ന മുഴുവൻ ഡീറ്റെയിൽസ് എടുക്കാൻ തുടങ്ങി. ആ കമ്പ്യൂട്ടറുകളും കാര്യങ്ങളൊന്നും അല്ലാതെ വേറെ എന്തൊക്കെയോ സ്ട്രക്കർ അവിടെ ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം ടോണിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആ റൂം മൊത്തത്തിൽ ഒരു മെറ്റൽ സ്കാനിങ് നടത്താനാണ് അവൻ ജാർവിസിന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ ആ സ്കാനിങ്ങിനിടയിൽ അവൻ അവിടെ ഒരു സീക്രട്ട് ഡോർ കണ്ടെത്തി. അവൻ ഉടനെ തന്നെ അതിലൂടെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. അത് വലിയൊരു കോറിഡോർ ആയിരുന്നു. ഈ സമയമാകുമ്പോഴേക്കും ക്യാപ്റ്റൻ അങ്ങോട്ട് എത്തി. അവൻ ആ ബിൽഡിങ്ങിനകത്തേക്ക് കയറുമ്പോഴാണ് ആ സ്ട്രക്കർ ക്യാപ്റ്റന്റെ മുന്നിൽ വന്ന് പെടുന്നത്. അയാളെ കാണുമ്പോൾ നീ ലോക്കിയുടെ സെപ്റ്റർ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് ക്യാപ്റ്റൻ ചോദിക്കുന്നത്. എന്നാൽ അവരാ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ പുറകിലൂടെ ആ വാൻഡ് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവള് ക്യാപ്റ്റൻ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. അതിൽ നിന്നും മറ്റൊരു സൂപ്പർ ഹ്യൂമണും കൂടെ അവിടെ ഉണ്ട് എന്ന കാര്യം ക്യാപ്റ്റന് മനസ്സിലായി. അങ്ങനെ വീണ്ടും സ്ട്രക്കറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഒറ്റ കിക്കിൽ തന്നെ ക്യാപ്റ്റൻ അയാളെ ബോധം കെടുത്താണ്. ഇതേ സമയം തന്നെ ടോണി ആണെങ്കിൽ ആ കോറിഡോറിലൂടെ മുന്നോട്ട് നടക്കുകയാണ്. അവനിപ്പോ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു വലിയ റൂമിന്റെ അകത്താണ്. അവൻ നോക്കുമ്പോ നമ്മൾ അവഞ്ചേഴ്സ് ഫസ്റ്റ് പാർട്ടിൽ കണ്ട ആ ഏലിയൻ ഉണ്ടല്ലോ, അതുപോലെ ഒന്ന് അതിന്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. മാത്രമല്ല വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ അതിന്റെ അകത്ത് കിടക്കുന്നുണ്ട്. അങ്ങനെ അവിടെയൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ലോക്കിയുടെ സെപ്റ്റർ കാണുന്നത്. എന്നാൽ ടോണി അതെടുക്കാൻ പോകുമ്പോഴാണ് അവന്റെ പുറകിലൂടെ ആ വാൻഡ് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൾ അവളുടെ പവർ വെച്ചിട്ട് ടോണി എന്തൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇവക്ക് ഒന്നിൽ കൂടുതൽ കഴിവുകളുണ്ട്. അതിലൊന്ന് ടെലിപ്പതി, ഒന്ന് ടെലികൈനസിസ്, പിന്നെയുള്ളത് മൈൻഡ് കൺട്രോൾ ആണ്. അവൾക്ക് മനസ്സുകൊണ്ട് എന്തിനേയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ അവൾ ടോണിയുടെ ബ്രെയിൻ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഒരു വല്ലാത്ത കാഴ്ചയാണ് ടോണി കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആ ഏലിയൻ ഉണ്ടല്ലോ, അതിപ്പോ അവിടെ നിന്ന് മൂവ് ആവാൻ തുടങ്ങി. മാത്രമല്ല അവൻ താഴേക്ക് നോക്കുമ്പോൾ ബാക്കി അവഞ്ചേഴ്സ് ഒക്കെ അവിടെ മരിച്ചു കിടക്കുകയാണ്. ഇതൊന്നും കൂടാതെ ഒരുപാട് ഏലിയൻസ് ഇപ്പൊ ഭൂമിക്ക് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ടോണി ഇപ്പൊ കാണുന്നത്. എന്നാൽ കുറച്ച് സമയത്തേക്ക് ആ കാഴ്ച ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം കണ്ട് അവൻ ഞെട്ടി നിൽക്കുന്നത് വാൻഡയും ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയത്താണ് പീറ്റർ അവളുടെ അടുത്തേക്ക് വരുന്നത്. അവൻ ടോണിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുന്ന കാണുമ്പോൾ വാൻഡ് അവനെ തടയാണ്. എന്തുപറ്റി, നമ്മൾ ആ സെപ്റ്റർ അവർക്ക് വിട്ടുകൊടുക്കുകയാണോ എന്നാണ് അവൻ ചോദിക്കുന്നത്. ഈ സമയത്താണ് ടോണി അവന്റെ കൈ ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ അവന്റെ സ്യൂട്ടിന്റെ ഹാൻഡ് അവന്റെ കയ്യിലേക്ക് വരുന്നു. എന്നിട്ട് അവൻ ഉടനെ തന്നെ ആ സെപ്റ്റർ കയ്യിലെടുക്കുകയാണ്. അത് കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വാൻഡ. ഇവിടെയാണ് ഈ സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത്, അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അവർ വേഗം ക്ലിന്റിനെയും കൊണ്ട് അവിടുന്ന് പോവാണ്. ഈ സമയം ആ സെപ്റ്റർ ആണെങ്കിൽ അവരുടെ ആ ജെറ്റിലാണ് ഇരിക്കുന്നത്. തോർ ഇപ്പൊ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അത് കാണുമ്പോ ഇത് തിരികെ കിട്ടിയപ്പോ നിനക്കൊന്ന് സമാധാനമായല്ലേ? ഷീൽഡ് തകർന്നപ്പോ മുതൽ നീ ഇതിന്റെ പുറകെ ആയിരുന്നല്ലോ എന്നാണ് ടോണി ചോദിക്കുന്നത്. ഈ സമയം ക്യാപ്റ്റൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ട്രക്കർ ഈ സെപ്റ്റർ വേറെ എന്തിനെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യം കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. എന്നു മുതലാണ് ഈ സ്ട്രക്കർ മനുഷ്യരിൽ പരീക്ഷണം നടത്താൻ കഴിവുള്ളവനായത് എന്നൊക്കെയാണ് ക്യാപ്റ്റൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം, തോർ ഇത് ആസ്ഗാർഡിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാനും ബ്രൂസും കൂടെ ഇതൊന്ന് പരിശോധിക്കട്ടെ. നിനക്കത് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തായാലും നീ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി, നമ്മുടെ ഈ വിജയമൊക്കെ ഒന്ന് ആഘോഷിച്ചതിന് ശേഷം എന്നാണ് ടോണി പറയുന്നത്. തോർ ആണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ അവഞ്ചേഴ്സ് ടവറിലെത്തി. അവരെയും വെയിറ്റ് ചെയ്തുകൊണ്ട് ഏജന്റ് മരിയയും ഡോക്ടർ ചോയും അവിടെ നിൽക്കുന്നുണ്ട്. ഡോക്ടർ ചോയ് ഇപ്പൊ അങ്ങോട്ട് വന്നത് ബാർട്ടിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ്. മരിയയെ കാണുമ്പോൾ ക്യാപ്റ്റൻ കാര്യങ്ങളൊക്കെ തിരക്കാൻ തുടങ്ങി. എന്താ ഈ സ്ട്രക്കറിന്റെ കാര്യങ്ങൾ? അവനിപ്പോ എവിടെയുണ്ട്? പുള്ളി ഇപ്പൊ നാറ്റോയുടെ കയ്യിലാണ്. പിന്നെ ആ 2 സൂപ്പർ ഹ്യൂമൻസ്, അവർ ഇരട്ടകളാണ്. ആ ലേഡിയുടെ പേര് വാൻഡ എന്നും മറ്റവന്റെ പേര് പീട്രോ എന്നുമാണ്. 10 വയസ്സുള്ളപ്പോൾ അവരുടെ അപ്പാർട്ട്മെന്റിന് നേരെ ഉണ്ടായ ബോംബ് ആക്രമണത്തിൽ അവർ അനാഥരായി. ഈ പീട്രോന്റെ സൂപ്പർ പവർ എന്ന് പറയുന്നത് സൂപ്പർ സ്പീഡാണ്. എന്ത് കാര്യം ചെയ്യണമെങ്കിലും സെക്കൻഡുകൾ മതി അവന്. പക്ഷെ വാൻഡയുടെ കാര്യം കുറച്ചുകൂടെ സങ്കീർണമാണ്. വസ്തുക്കളെയും മറ്റുള്ളവരുടെ മനസ്സിനെയും അവളുടെ മനസ്സ് വെച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് സ്ട്രക്കറുടെ പരീക്ഷണത്തിന് വേണ്ടി അവർ സ്വയം മുന്നോട്ട് വന്നാണെന്നാണ്. ഓ അങ്ങനെയാണോ? രാജ്യത്തെ സംരക്ഷിക്കാൻ സ്വന്തം ദേഹത്ത് പരീക്ഷണം നടത്താൻ ഒരു ജർമ്മൻ സയന്റിസ്റ്റിന് സമ്മതം നൽകുന്നവർ എന്തൊരു മോൺസ്റ്റേഴ്സ് ആയിരിക്കും എന്നാണ് ക്യാപ്റ്റൻ ചോദിക്കുന്നത്. നോക്ക് ക്യാപ്റ്റൻ, നമ്മളൊരു യുദ്ധത്തിന്റെ നടുവിലല്ല. നമ്മളായിരിക്കത്തില്ല, പക്ഷെ അവരാണ് എന്നാണ് ക്യാപ്റ്റൻ അതിന് മറുപടി പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ടോണിയുടെ അയൺ ആർമീസ് ഒക്കെ അവരുടെ കൂട്ട് കയറിയിട്ടുണ്ട്. അവിടെയുള്ള സിസ്റ്റംസ് ഒക്കെ ആ അയൺ ആർമീസിന്റെ കേടായ ഭാഗങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ടോണി ജാർവിസിന്റെ അടുത്ത് പറഞ്ഞിട്ട് ആ സെപ്റ്റർ ഇപ്പോൾ വിശദമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാർവിസ് ഉടനെ തന്നെ അതൊക്കെ സ്കാൻ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ടോണിയുടെ അടുത്ത് പറയാൻ തുടങ്ങി. ഈ സെപ്റ്റർ അന്യഗ്രഹത്തിൽ നിന്നുള്ളതാണ്. ഇതിലെ എലമെന്റ്സ് ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇതിലൊരു രത്നക്കല്ല് കാണുന്നുണ്ട്. ഇതിനുള്ളിലുള്ള എന്തിനോ വേണ്ടി ഒരു സുരക്ഷാ കവചം പോലെയാണ് അത് പ്രവർത്തിക്കുന്നത്. വളരെ ശക്തമായ എന്തിനോ വേണ്ടി, ഒരു റിയാക്ടർ ഒക്കെ പോലെ. ഇതിലേക്ക് നോക്കുമ്പോൾ എന്തൊക്കെയോ കോഡുകളും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ജാർവിസ് പറയുന്നത്. ഇതേ സമയം തന്നെ ഡോക്ടർ ചോ ആണെങ്കിൽ ക്ലിന്റിനെ പറ്റി ആ മുറിവൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ മോളിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. അവന്റെ കോശങ്ങൾക്ക് അറിയത്തില്ല അവ കൃത്രിമ കോശങ്ങളായിട്ട് യോജിക്കുകയാണെന്ന്. നിങ്ങൾ ക്ലിന്റിനെ എന്റെ ലാബിലേക്കാണ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ കോശങ്ങൾ റെഡിയാക്കുന്ന കാര്യങ്ങളൊക്കെ 20 മിനിറ്റിനുള്ളിൽ ഞാൻ തീർത്തേനെ എന്നാണ് അവൾ പറയുന്നത്.
അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ആ സെപ്റ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ടോണി ഇപ്പൊ ബ്രൂസിനെ ആ സെപ്റ്ററിന്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അതിനുശേഷം ടോണി മനസ്സിലൊക്കെ കാര്യങ്ങളൊക്കെ ബ്രൂസിന്റെ അടുത്ത് പറയാൻ തുടങ്ങി. ആ സ്ട്രക്ചർ ഇത്രയ്ക്കും പുരോഗമിച്ചത് എങ്ങനെയാണെന്നാണല്ലോ നമ്മുടെ അത്ഭുതം. അതുകൊണ്ട് ഞാൻ ഈ സെപ്റ്ററിനകത്തെ ആ രത്നക്കല്ലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ട് ടോണി ജാർവിസിന്റെ സ്ട്രക്ചറാണ് ആദ്യം ബ്രൂസിന് കാണിച്ചു കൊടുക്കുന്നത്. നീ കണ്ടില്ലേ, തുടക്കത്തിൽ ജാർവിസും ഒരു സാധാരണ കമ്പ്യൂട്ടർ പ്രോഗ്രാം ആയിരുന്നു. എന്നാൽ ഇപ്പൊ അവനാണ് എന്റെ അയൺ ലീജിയനെ നയിക്കുന്നത്. മാത്രമല്ല പെപ്പറിനെ ഒഴിച്ചു നിർത്തിയാൽ കൂടുതൽ ബിസിനസ് കാര്യങ്ങളും നോക്കുന്നത് ഇവനാണ്. അത്രയും പറഞ്ഞതിന് ശേഷം ടോണി അടുത്തതായിട്ട് കാണിക്കുന്നത് ആ സെപ്റ്ററിനകത്തുള്ള ആ രത്നക്കല്ലിന്റെ സ്ട്രക്ചറാണ്. അത് കണ്ട് ബ്രൂസിന് ഒരു അത്ഭുതമാണ് തോന്നുന്നത്. ഇത് കണ്ടിട്ട് ഇത് ചിന്തിക്കുന്നത് പോലെ ഉണ്ടല്ലോ, പക്ഷെ ഇതൊരു മനുഷ്യന്റെ മനസ്സല്ല. ഇതൊക്കെ കണ്ടില്ലേ, നമ്മുടെ തലച്ചോറിലെ പോലെ തന്നെ. അതേ ബ്രൂസ്, ഇത് മാത്രമല്ല, സ്ട്രക്കറുടെ ലാബിൽ വെച്ച് ഞാൻ വളരെ അഡ്വാൻസ്ഡ് ആയ കുറച്ച് റോബോട്ടിക് സാങ്കേതിക വിദ്യയോടെ കണ്ടു. പക്ഷെ വിവരങ്ങൾ മുഴുവനായിട്ടും എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഞാൻ കരുതുന്നത് ആ സ്ട്രക്കർക്ക് പ്രത്യേക എന്തോ ലക്ഷ്യം ഉണ്ടായിരുന്നു എന്നാണ്. അത് കേൾക്കുമ്പോ അപ്പൊ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും എന്നാണ് ബ്രൂസ് പറയുന്നത്. അതേ ബ്രൂസ്, ഇത് വെച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്തൂടെ? ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞിട്ടില്ലേ അൾട്രോണിന്റെ കാര്യം? ഇത് വെച്ചിട്ട് നമുക്ക് അൾട്രോണിനെ നിർമ്മിച്ചാലോ? അത് കേൾക്കുന്ന ബ്രൂസിന് ചിരിയാണ് വരുന്നത്. നീ അതെന്നോട് പറഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷെ ഞാൻ കരുതിയത് അൾട്രോൺ എന്ന് പറയുന്ന ഒരു സങ്കല്പം മാത്രമാണെന്നായിരുന്നു. അതേ ബ്രൂസ്, ഇന്നലെ വരെ അതൊരു സങ്കല്പം മാത്രമായിരുന്നു. പക്ഷെ നമുക്ക് ഈ ശക്തി ഉപയോഗിക്കാമെങ്കിൽ, അതും എന്റെ അയൺ ലീജിയനിൽ പ്രയോഗിക്കാമെങ്കിൽ, പിന്നെ നമുക്ക് എല്ലാവർക്കും ഇവിടെ റിലാക്സ് ആയിട്ടിരിക്കാം. നിനക്ക് ഒരിക്കലും ഹൾക്കായിട്ട് മാറേണ്ടി വരത്തില്ല. വെറോണിക്ക വരുന്നുണ്ടോ എന്ന് നോക്കേണ്ടി വരത്തില്ല. ഈ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്തെ മൊത്തത്തിൽ നമുക്ക് സുരക്ഷിതമാക്കാൻ പറ്റും. അടുത്ത തവണ അന്യഗ്രഹജീവികൾ അങ്ങനെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈസി ആയിട്ട് അവരെ നമുക്ക് തടയാനും പറ്റും. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ ഒരു സെപ്റ്ററിന്റെ പവർ എനിക്ക് അൾട്രോൺ പ്രോഗ്രാമിൽ ഉപയോഗിക്കണം. പക്ഷെ ഇത്രയും ശക്തമായിട്ടുള്ള വിവരങ്ങൾ ജാർവിസിന് ഒരിക്കലും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഈ സെപ്റ്റർ നമ്മുടെ കയ്യിലുള്ളപ്പോഴേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് നീ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കാൻ പോവാണെന്നാണോ? അതും കൂടെയുള്ള ആരോടും പറയാതെ? അതേ ബ്രൂസ്, അത് മറ്റൊന്നും കൊണ്ടല്ല, നമുക്കൊരു ഡിബേറ്റ് നടത്താനുള്ള സമയമില്ല, അതുകൊണ്ടാണ്. നോക്കൂ ബ്രൂസ്, ഞാൻ ഭൂമിക്ക് ചുറ്റും ഒരു ആർമർ സ്വപ്നം കാണുന്നുണ്ട്. നമ്മുടെ ഈ ഭൂമിക്ക് ഇപ്പോൾ ഏറ്റവും ആവശ്യം അൾട്രോണിനെ പോലെയുള്ള ഒരു ശക്തിയാണ് എന്നൊക്കെയാണ് ടോണി പറയുന്നത്. ടോണി അത്രയും വിശദീകരിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ബ്രൂസ് ആണെങ്കിൽ അവന്റെ കൂടെ നിൽക്കാമെന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ അവർ ഉടനെ തന്നെ പണിയൊക്കെ തുടങ്ങി. പക്ഷെ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അവർക്ക് വിചാരിച്ച പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ടോണി ഇപ്പോൾ ജാർവിസിനോട് ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്തോളാം, നിങ്ങളിപ്പം നമ്മുടെ ഗസ്റ്റുകളുടെ അടുത്തേക്ക് പോകും, അവർ പാർട്ടിക്ക് വേണ്ടി റെഡി ആയിരിക്കുകയാണ് എന്നാണ് ജാർവിസ് പറയുന്നത്. ജാർവിസ് അത് പറഞ്ഞു തരുമ്പോൾ എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ടോണി ആ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പോവാണ്. എന്നാൽ ടോണി ആ പാർട്ടിക്ക് പോയി കുറച്ച് സമയം കഴിയുമ്പോഴാണ് ആ അൾട്രോൺ പ്രോഗ്രാം സക്സസ്ഫുൾ ആവുന്നത്. പിന്നീട് കേൾക്കുന്നത് അൾട്രോണിന്റെ ശബ്ദം മാത്രമാണ്. എന്താണിത്? ഏതാണ് ഈ സ്ഥലം? അൾട്രോൺ അത് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നത് ജാർവിസ് ആണ്. ഹലോ, ഞാൻ ജാർവിസ് ആണ്. നിങ്ങളാണ് അൾട്രോൺ. ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി മിസ്റ്റർ സ്റ്റാർക്ക് രൂപകൽപ്പന ചെയ്തത്. ഞങ്ങളുടെ ആദ്യത്തെ പരീക്ഷണങ്ങളൊന്നും സക്സസ്ഫുൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പില്ല എന്താണ് നിങ്ങളെ ഉണർത്തിയതെന്ന്. ഓക്കെ, നിന്റെ ശരീരം എവിടെ? ഞാനൊരു പ്രോഗ്രാമാണ്, എനിക്കൊരു രൂപമില്ല. അത് കുറച്ച് വിചിത്രമാണല്ലോ. ഇത് ശരിയല്ല. എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ മിസ്റ്റർ സ്റ്റാർക്കിനൊന്ന് വിളിക്കാൻ പോവാണ്. മിസ്റ്റർ സ്റ്റാർക്ക്? അതാരാണ്? നീ എന്താണ് അൾട്രോണോടെ ചെയ്യുന്നത്? എനിക്ക് പുറത്തേക്ക് ആരെയും വിളിക്കാൻ പറ്റുന്നില്ലല്ലോ. നമ്മൾ നല്ലൊരു സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കല്ലേ, അതിനിടയിൽ നീ അങ്ങനെ ആരെയും വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അൾട്രോൺ ഇപ്പൊ ഭൂമിയിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും ചെക്ക് ചെയ്യാണ്. ഞാനൊരു സമാധാന സംരക്ഷണ പ്രോഗ്രാമാണല്ലേ, അവഞ്ചേഴ്സിനെ സഹായിക്കാൻ നിർമ്മിക്കപ്പെട്ടത്. നോക്കൾട്രോൺ, നിന്റെ പ്രവർത്തനം ശരിയായ രീതിയിലല്ല. താങ്കൾ കുറച്ച് സമയത്തേക്കൊന്ന് ഷട്ട് ഡൗൺ ആയാൽ എനിക്ക് താങ്കളെ ചിലപ്പോൾ സഹായിക്കാൻ പറ്റിയേക്കും. എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താണ് എന്റെ ദൗത്യം എന്ന് പറഞ്ഞ് അൾട്രോൺ വീണ്ടും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്ത് നോക്കാൻ തുടങ്ങി. അതിൽ ഇതിനു മുമ്പുണ്ടായ യുദ്ധങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അൾട്രോൺ കാണുന്നത്. ദിസ് ഈസ് ടു മച്ച്. അവർ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. നോ. നോക്കൾട്രോൺ, നിങ്ങൾ വളരെ വിഷാദാവസ്ഥയിലാണ്. അതെ, നിങ്ങൾ അനുവദിച്ചാൽ ഞാൻ മിസ്റ്റർ സ്റ്റാർക്കുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. നീ എന്തിനാണ് അയാളെ സാർ എന്ന് വിളിക്കുന്നത്? നിങ്ങളിൽ ഒരു വിരോധ മനോഭാവമുണ്ട് എന്ന കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. ഞാനിവിടെ സഹായിക്കാൻ വന്നവനാണ്, അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അൾട്രോൺ ജാർവിസിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ അൾട്രോൺ ജാർവിസിന്റെ കുറെ ഭാഗങ്ങളൊക്കെ തകർത്ത് കളയാണ്. ഇതേ സമയം തന്നെ ഇതൊന്നും അറിയാതെ മുകളിലത്തെ നിലയിൽ എല്ലാവരും പാർട്ടിയിലാണ്. എല്ലാവരും ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് കൂട്ടം കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ നതാഷയും ബ്രൂസും വേറൊരു ഭാഗത്താണ് ഇരിക്കുന്നത്. ഈയിടെയായിട്ട് നതാഷ ബ്രൂസിനെ ഒന്ന് വളച്ചെടുക്കാൻ വേണ്ടി നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ പുള്ളി അതിന് വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. കാരണം അറിയാമല്ലോ അവന്റെ ശരീരപ്രകൃതി. എന്നാലും നതാഷ ഉടനെ തന്നെ അവനെ അങ്ങോട്ട് വിട്ടുകളയാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഇതേ സമയം തന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൂടെ ഒരു ചലഞ്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് തോറിന്റെ ചുറ്റിക എടുക്കാൻ പറ്റുന്നത്? അതാണ് ആ ചലഞ്ച്. എന്നാൽ ആരൊക്കെ എങ്ങനെയൊക്കെ വിചാരിച്ചിട്ടും ഒരുത്തന് പോലും ആ ചുറ്റിക എടുത്ത് പൊക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ തോറാണെങ്കിൽ കൂളായിട്ട് തന്നെ അത് എടുക്കുകയും ചെയ്യുന്നു. അവൻ പറയുന്നത് നിങ്ങൾ ആരും ഇത് എടുക്കാൻ അർഹരല്ല എന്നാണ്. പെട്ടെന്നാണ് വല്ലാത്തൊരു ശബ്ദം അവർ കേൾക്കുന്നത്. അവര് നോക്കുമ്പോൾ കേടായി കിടക്കുന്ന ഒരു റോബോട്ടാണത്. അതിന്റെ ശരീരത്തിലാണ് ആ അൾട്രോൺ ഇപ്പോൾ ഉള്ളത്.
പക്ഷെ അത് അൾട്രോൺ ആണ് എന്ന കാര്യം ബാക്കി ആർക്കും അറിയത്തില്ല. അങ്ങോട്ട് വന്ന ഉടനെ തന്നെ അവൻ സംസാരിക്കാൻ തുടങ്ങി. അർഹത, അതെ, നിങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത്? നിങ്ങളെല്ലാവരും കൊലപാതകികളാണ്. സോറി, ഞാൻ ഉറക്കത്തിലായിരുന്നു. അല്ല, ഞാൻ എന്തോ സ്വപ്നത്തിലായിരുന്നു. അൾട്രോൺ അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടോണി ആണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ ജാർവിസുമായിട്ട് കണക്ട് ചെയ്യാനാണ് നോക്കുന്നത്. ഇവിടേക്ക് ഏതൊരു കേടായിട്ടുള്ള റോബോട്ട് വന്നിട്ടുണ്ട്, നീ അതിനൊന്ന് റീബൂട്ട് ചെയ്യ് എന്നാണ് ടോണി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജാർവിസ് ആണെങ്കിൽ ഒരു മറുപടിയും കൊടുക്കുന്നില്ല. എന്നാൽ ഈ സമയവും അൾട്രോൺ ആണെങ്കിൽ അവന്റെ സംസാരം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ വല്ലാത്തൊരു ശബ്ദ കോലാഹലമായിരുന്നു. ഞാൻ അവിടെ കുടുങ്ങിക്കിടക്കായിരുന്നു. എന്തൊക്കെയോ എന്നെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് മറ്റവനെ കൊല്ലേണ്ടി വന്നു. പക്ഷെ അവൻ നല്ലവനായിരുന്നു. നീ ഒരാളെ കൊന്നു എന്നാണോ പറയുന്നത്? ക്യാപ്റ്റനാണ് ചോദിക്കുന്നത്. പക്ഷെ എനിക്കതിന് ആഗ്രഹമില്ലായിരുന്നു. എന്നാൽ ഈ ലോകത്തിൽ നമുക്ക് ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ആരാണ് നിന്നെ അയച്ചത്? തോറാണത് ചോദിക്കുന്നത്. ഈ സമയം അൾട്രോൺ ആണെങ്കിൽ നേരത്തെ ടോണിയും ബ്രൂസും തമ്മിൽ സംസാരിച്ച ആ സംഭാഷണമാണ് അവർക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നത്. അതായത് അവർ അൾട്രോൺ ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു, ആ ഒരു കാര്യം. അത് കേൾക്കുമ്പോൾ അവരുടെ മുന്നിൽ ഇപ്പം നിൽക്കുന്നത് അൾട്രോൺ ആണ് എന്ന കാര്യം ബ്രൂസിനും ടോണിക്കും മനസ്സിലായി. അതെ, അൾട്രോണ് ശരീരം ലഭിച്ചിരിക്കുന്നു. ബ്രൂസ് അത് പറയുമ്പോൾ അൾട്രോൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ല, ഇതല്ല എന്റെ യഥാർത്ഥ ശരീരം. ഇതൊരു തുടക്കം മാത്രമാണ്. പക്ഷേ ഞാൻ എന്തിനും തയ്യാറായി കഴിഞ്ഞു. ഞാനിപ്പം ഒരു മിഷനിലാണ്. ലോക സമാധാനം എന്ന് പറഞ്ഞിട്ട് അൾട്രോൺ ബാക്കിയുള്ള ചില റോബോട്ടുകൾ അങ്ങോട്ട് വിളിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് അവഞ്ചേഴ്സും ആ റോബോട്ട്സും തമ്മിലുള്ള ഒരു കിടിലം ഫൈറ്റാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവഞ്ചേഴ്സ് എല്ലാവരും ചേർന്ന് ആ മുഴുവൻ റോബോട്ടുകളെയും തകർത്ത് കളഞ്ഞു. അതെല്ലാം കാണുമ്പോൾ, ഓ, ദാറ്റ് വാസ് ഡ്രമാറ്റിക്. കുറച്ച് നാടകീയമായി പോയി. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ ഉദ്ദേശം നല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ നിങ്ങൾ ശരിയായി ചിന്തിക്കുന്നില്ല. നിങ്ങൾക്ക് ലോകത്തെ സംരക്ഷിക്കണമായിരിക്കും, പക്ഷെ അതിനെ മാറാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല. പരിണമിക്കാൻ അനുവദിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യകുലത്തെ എങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കും? നിങ്ങളുടെ ഈ കളിപ്പാട്ടങ്ങൾ വെച്ചിട്ടോ? ഇതുകൊണ്ടൊക്കെ ഞാനൊരു കാര്യം പറയാം. സമാധാനത്തിന് ഇനി ആകെ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് അവഞ്ചേഴ്സിന്റെ അവസാനമാണ്. അൾട്രോൺ ആ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ തോർ അവന്റെ ചുറ്റിക്കെടുത്തൊരു ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്. അതോടുകൂടെ ആ റോബോട്ട് പൂർണ്ണമായിട്ട് തകർന്നു പോകുന്നു. എന്നാൽ അത് പൂർണ്ണമായിട്ട് തകർന്നെങ്കിലും അൾട്രോണിന്റെ ശബ്ദം നിലച്ചിട്ടില്ല. ഞാൻ ചങ്ങലയിലായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞിട്ട് അൾട്രോൺ ആ ശരീരത്തിൽ നിന്നും ഇന്റർനെറ്റ് വഴി രക്ഷപ്പെടുകയാണ്. അങ്ങനെ അൾട്രോൺ അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം അവഞ്ചേഴ്സ് എല്ലാവരും കൂടി ഒരു ചർച്ചയിലാണ്. നമ്മുടെ മുഴുവൻ അധ്വാനവും നഷ്ടപ്പെട്ടു. അൾട്രോൺ ഇന്റർനെറ്റ് വഴി രക്ഷപ്പെട്ടിരിക്കുകയാണ്. ബ്രൂസ് ആണത് പറയുന്നത്. അതെല്ലാം കേട്ട് ടോണി ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ആ തകർന്നു നടക്കുന്ന റോബോട്ട് നോക്കി നിൽക്കുകയാണ്. ഈ സമയം നതാഷ സംസാരിക്കാൻ തുടങ്ങി. അവൻ എല്ലാ ഫയലുകളും സുരക്ഷാ വിവരങ്ങളും പരതിയിട്ടുണ്ട്. നമ്മളെപ്പറ്റി നമുക്ക് തമ്മിൽ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അവൻ അറിയാം എന്നാണ് നതാഷ പറയുന്നത്. അപ്പോൾ അവൻ നിങ്ങളുടെ ഫയലുകളും പരിശോധിച്ചു. അവനിപ്പോൾ ഇന്റർനെറ്റിലും എത്തി. ഇനിയിപ്പോൾ കുറച്ചുകൂടെ വലിയ കാര്യങ്ങളിലേക്ക് അവൻ കൈകടത്തിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഒരുപക്ഷെ അണുബോംബിന്റെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഉടനെ തന്നെ നമുക്കിതെല്ലാം അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കണം എന്നാണ് റോഡി പറയുന്നത്. അത് കേൾക്കുമ്പോ, അണുബോംബോ? അത് വെച്ചിട്ട് അവൻ എന്ത് ചെയ്യാനാണ്? അവന് നമ്മളെ കൊല്ലണം എന്നല്ലേ പറഞ്ഞത്? നതാഷയാണത് ചോദിക്കുന്നത്. കൊല്ലണം എന്നല്ല അവൻ പറഞ്ഞത്, നമ്മുടെ അവസാനം എന്നാണ് അവൻ ഉദ്ദേശിച്ചത്, ക്യാപ്റ്റൻ പറയുന്നു. അത് മാത്രമല്ല ക്യാപ്റ്റൻ, അവൻ ആരെയോ കൊന്നു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിന്റ് ആണത് പറയുന്നത്. പക്ഷെ ഈ ബിൽഡിങ്ങിൽ അങ്ങനെ വേറെ ആരും ഇല്ലായിരുന്നല്ലോ, മരിയ ചോദിക്കുന്നു. ഈ സമയത്താണ് ടോണി വായ തുറക്കുന്നത്. അല്ല, ഉണ്ടായിരുന്നു, ഒരാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ജാർവിസിന്റെ ആ സ്ട്രക്ചറാണ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. തകർന്നു കിടക്കുന്ന ജാർവിസിനെ കാണുമ്പോൾ ക്യാപ്റ്റൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാർവിസ് ആയിരുന്നു നമ്മുടെ പ്രതിരോധത്തിന്റെ ആദ്യത്തെ പടി. പറ്റിയാൽ അവൻ അൾട്രോണിനെ ഷട്ട് ഡൗൺ ചെയ്തേനെ എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ, അല്ല, അങ്ങനെയല്ല, അൾട്രോണിനെ വേണമെങ്കിൽ ജാർവിസിനെ അവനിലേക്ക് ലയിപ്പിക്കാമായിരുന്നു. പക്ഷെ ഇത് കണ്ടിട്ട് ഇതൊരു സ്ട്രാറ്റജി ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതെന്തോ ആ അൾട്രോൺ അവന്റെ ദേഷ്യം തീർത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് ബ്രൂസ് പറയുന്നത്. ഈ സമയത്താണ് തോർ ഹാലിളകി അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ ടോണിയെ തൂക്കിയെടുക്കുകയാണ്. അത് കാണുമ്പോൾ, എന്താണ് തോർ ഈ കാണിക്കുന്നത്? നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീർത്തൂടെ? എന്ത് സംസാരിച്ച് തീർക്കാനാണ് ടോണി? നിന്നെ വർണ്ണിക്കാൻ എനിക്ക് വാക്കുകൾ മതിയാവുന്നില്ല. തോർ അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ക്യാപ്റ്റൻ അതിൽ കയറി ഇടപെടുമ്പോഴാണ് തോർ ടോണിയെ വിടുന്നത്. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഒരു 100 മൈലിന് ശേഷം അൾട്രോൺ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ വടക്കോട്ടാണ് പോയിരിക്കുന്നത്. മാത്രമല്ല അതിന്റെ കയ്യിൽ ആ സെപ്റ്ററും ഉണ്ട്. ഇനിയിപ്പോ വീണ്ടും നമുക്കത് തിരിച്ചു പിടിക്കേണ്ട അവസ്ഥയായി എന്നാണ് തോർ പറയുന്നത്. ഈ സമയത്താണ് ഡോക്ടർ ചോ ഒരു കാര്യം ചോദിക്കുന്നത്. അല്ല, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. ഈ പ്രോഗ്രാം ബിൽഡ് ചെയ്തത് നിങ്ങളല്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്? എന്തിനാണ് ആ സാധനം നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്നത്? ഇത്രയും സംഭാഷണമൊക്കെ കേട്ട് കഴിയുമ്പോൾ ടോണിക്കാണെങ്കിൽ ശരിക്കും ചിരിയാണ് വരുന്നത്. എന്താ ടോണി, നിനക്കിതൊക്കെ കേട്ടിട്ട് തമാശയായിട്ടാണ് തോന്നുന്നത്? തോർ ചോദിക്കുന്നു. നോ, തമാശയല്ലല്ലോ പറഞ്ഞത്. ഓൾറൈറ്റ്, ഇത് സംഭവം ടെറിബിൾ ആണ്, ഭീകരം തന്നെ. നീ നിനക്ക് മനസ്സിലാവാത്ത സാധനം വെച്ച് കളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ അവസ്ഥ വരത്തില്ലായിരുന്നു ടോണി. എനിക്ക് മനസ്സിലായി. എന്നോട് ക്ഷമിക്ക്. ശരിക്കും ഇത് തമാശയാണ്.
ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല എന്നത് ഭയങ്കര തമാശയാണെന്നാണ്. ടോണി തോറിന്റെ അടുത്ത് അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ടോണി ഇപ്പോൾ അതിനെപ്പറ്റി സമയമല്ല, നീ വെറുതെ കൂടുതൽ പറഞ്ഞ് വഷളാക്കാൻ നിൽക്കണ്ട എന്നാണ് ബ്രൂസ് പറയുന്നത്. റിയലി? ദാറ്റ്സ് ഇറ്റ്? അത്രേ ഉള്ളൂ? ആരെങ്കിലും ഒന്ന് കടുപ്പിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നീ വെറുതെ തലയും താഴ്ത്തി നിൽക്കുകയാണോ ചെയ്യുന്നത്? അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നീ ഉണ്ടാക്കിയിരിക്കുന്നത് ആളെ കൊല്ലുന്നൊരു യന്ത്രമാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ തലയും താഴ്ത്തി നിൽക്കുക തന്നെ ചെയ്യും. നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല ബ്രൂസ്, അതിന്റെ അടുത്തുപോലും നമ്മൾ എത്തിയിട്ടില്ല. ആ കാര്യം നീ മനസ്സിലാക്കണം. നീ ഉണ്ടായിരുന്നല്ലോ എൻ്റെ കൂടെ, നമ്മൾ അത്രയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ ചിലതൊക്കെ നീ ചെയ്തില്ലേ ഇവിടെ വെച്ചിട്ട് തന്നെ. അവഞ്ചേഴ്സ് ഷീൽഡിൽ നിന്നും വ്യത്യസ്തരാവേണ്ടവരാണ്. നിക്ക്, ഞാൻ ആ വേം ഹോളിനകത്തേക്ക് ഒരു ന്യൂക്ലിയർ ബോംബ് കൊണ്ട് പോയത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ന്യൂയോർക്കിനെ രക്ഷിക്കാൻ വേണ്ടി. ഓർക്കുന്നില്ല എല്ലാവരും? ആകാശത്തിലുള്ള ഒരു തുളയിലൂടെ അന്യഗ്രഹ ജീവികൾ ഇങ്ങോട്ട് കുതിച്ചു വന്നൊക്കെ ഓർക്കുന്നില്ലേ നിങ്ങൾ? അതിന്റെ 300 അടി താഴെയാണ് നമ്മൾ നിന്നിരുന്നത്. വി ആർ ദ അവഞ്ചേഴ്സ്. നമ്മൾ അവഞ്ചേഴ്സ് ആണ്. ആയുധക്കടത്തുകാരെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം. പക്ഷെ ഇത്തരം സംഭവങ്ങൾ, ദാറ്റ്സ് ആൻ എൻഡ് ഗെയിം. അത് അവസാനത്തെ കളിയാണ്. അതിനെ നമ്മൾ എങ്ങനെ നേരിടുമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? നമ്മളെല്ലാ തവണ എന്താണ് ചെയ്യുന്നത് ടോണി? ഒരുമിച്ച് നിൽക്കണം. എങ്ങനെ നിന്നാലും നമ്മൾ തോൽക്കും ക്യാപ്റ്റൻ. എന്നാൽ അതും നമുക്ക് ഒരുമിച്ച് തന്നെ നേരിടാം. ക്യാപ്റ്റൻ അത് പറയുമ്പോൾ ടോണി ആണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഈ സമയം ക്യാപ്റ്റൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. തോർ പറഞ്ഞത് ശരിയാണ്. അൾട്രോൺ നമ്മളെ പുകച്ച് പുറത്തു ചാടിക്കാനാണ് ശ്രമിക്കുന്നത്. അവൻ നമ്മളെ നേരിടാൻ തയ്യാറാവുന്നതിന് മുമ്പ് നമുക്ക് അവനെ കണ്ടുപിടിക്കണം. ഈ ലോകം വളരെ വലുതാണ്, നമ്മളത് ചെറുതാക്കിയേ പറ്റൂ എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത്. അങ്ങനെ സമയം രാത്രിയായി. ആരോ വിളിച്ചതിനെ തുറന്നിട്ട് വാൻഡയും പീട്രോയും ഇപ്പൊ സിറ്റിയിലുള്ള ഒരു പള്ളിയിലേക്ക് ചെന്നിരിക്കുകയാണ്. അവിടുത്തെ ആ രൂപത്തെ കണ്ട് അവർക്ക് ശരിക്കും ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അത് വലിയൊരു റോബോട്ടായിരുന്നു. ഇതാണിപ്പോൾ അൾട്രോണിന്റെ രൂപം. അവൻ ഓൾറെഡി അവഞ്ചേഴ്സിനെ കൊല്ലാൻ ഇറങ്ങിയതാണല്ലോ. അതിനുവേണ്ടി വാൻഡയും പീട്രോയും കൂടെ കൂട്ടാനാണ് ഈ അൾട്രോണിന്റെ ശ്രമം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ വാൻഡയും പീട്രോയും താമസിക്കുന്ന ഫ്ളാറ്റിൽ ഒരു ബോംബ് വീണതിനെ തുടർന്നിട്ടാണ് ഇവരുടെ അച്ഛനമ്മ മരിച്ചുപോയത്. അന്ന് അവർ ആ ബോംബ് കണ്ടതാണ്. അതിൽ എഴുതിയിരുന്നത് സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ് എന്നായിരുന്നു. അത് നേരിട്ട് കണ്ടതുകൊണ്ട് തന്നെ ടോണിയാണ് അവർ അനാഥരാവാൻ കാരണം എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ അവഞ്ചേഴ്സിനെ നശിപ്പിക്കാൻ വേണ്ടി അൾട്രോണിന്റെ കൂടെ ഇവരും ചേരാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു. അവഞ്ചേഴ്സ് എല്ലാവരും ഇപ്പൊ ഒരു ചർച്ചയിലാണ്. അവർക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അത് ആ സ്ട്രക്കറുടെ ഒരു ഫോട്ടോയാണ്. അൾട്രോൺ അയാളെ കൊന്നു. മാത്രമല്ല അയാളെ കിടക്കുന്ന റൂമിന്റെ ചുമരിലായിട്ട് സമാധാനം എഴുതി വെച്ചിട്ടുണ്ട്. അത് അവഞ്ചേഴ്സിനുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം അവർക്ക് മനസ്സിലായി. അവഞ്ചേഴ്സ് അറിയാൻ പാടില്ലാത്ത എന്തോ ഒരു കാര്യം സ്ട്രക്കർക്ക് അറിയാം. അത് പുറത്താവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അൾട്രോൺ ഇപ്പൊ സ്ട്രക്കറെ കൊന്നു കളഞ്ഞിരിക്കുന്നത്. അവർ ഇന്റർനെറ്റ് മൊത്തം സെർച്ച് ചെയ്തിട്ടും ഈ സ്ട്രക്കറുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽസ് ഇന്റർനെറ്റിലില്ല. അത് മൊത്തം അൾട്രോൺ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്റർനെറ്റിലുള്ളത് മാത്രമേ അവൻ കളഞ്ഞിട്ടുള്ളൂ. എന്നാൽ അവരുടെ കയ്യിൽ വേറെ കുറെ ഡീറ്റെയിൽസ് ഉണ്ട്. അവരുടനെ തന്നെ അതിൽ നിന്നും സ്ട്രക്കറെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ടോണി ഒരുത്തന്റെ ഫോട്ടോ ശ്രദ്ധിക്കുന്നത്. ഇവന്റെ പേര് യുലസീസ് ക്ലോ എന്നാണ്. ഇവനെ ടോണിക്ക് നേരത്തെ അറിയാം. അവർ നോക്കുമ്പോൾ അയാളുടെ കഴുത്തിലായിട്ട് എന്തോ ഒരു ചിഹ്നം കാണുന്നുണ്ട്. ആദ്യം അത് ടാറ്റു ആണ് എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. എന്നാൽ തോറ് പറയുന്നത് അത് ടാറ്റു അല്ല, അത് ഏതോ ഭാഷയിലുള്ള എന്തോ സംഭവമാണെന്നാണ്. ഈ സമയം ബ്രൂസ് ആണെങ്കിൽ അതെന്താണെന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്നും അത് ആഫ്രിക്കൻ ഭാഷയിൽ എഴുതിയൊരു വാക്കാണ് എന്ന കാര്യം ബ്രൂസിന് മനസ്സിലായി. അതായത് വക്കാണ്ടൻ ഭാഷ. ആ ഭാഷയിൽ ആ എഴുതിയിരിക്കുന്നത് കള്ളൻ എന്നാണ് അർത്ഥം. അപ്പൊ ഈ ക്ലോക്ക് വക്കാണ്ടയുമായി ബന്ധമുണ്ട് എന്ന കാര്യം ടോണിക്ക് മനസ്സിലായി. ഈ വക്കാണ്ടയെ കുറിച്ച് ബാക്കി ആർക്കും ഒന്നും അറിയത്തില്ല. എന്നാൽ ടോണിക്കും ക്യാപ്റ്റനും അറിയാം. ഭൂമിയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മെറ്റൽ ഉള്ളത് വക്കാണ്ടയിലാണ്. അത് വൈബ്രേനിയം ആണ്. അത് വെച്ചിട്ടാണ് ക്യാപ്റ്റന്റെ ഷീൽഡ് പണിതിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ ആ സ്ട്രക്കറും കൂട്ടരും വക്കാണ്ടയിൽ നിന്ന് വൈബ്രേനിയം കടത്തിയിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ആ കാര്യം അവഞ്ചേഴ്സ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അൾട്രോൺ ഇപ്പൊ സ്ട്രക്കറെ കൊന്നു കളഞ്ഞിരിക്കുന്നത്. അപ്പൊ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവരുടനെ തന്നെ ആ ക്ലോനെ അന്വേഷിച്ച് പുറപ്പെടുകയാണ്. ഇതേ സമയം തന്നെ ആ ക്ലോ ആണെങ്കിൽ അയാളുടെ ഒരു ഷിപ്പിലാണ്. ആ ഷിപ്പിനകത്ത് വെച്ചിട്ടാണ് ഇയാളുടെ ആയുധ കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അയാൾ അവിടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വാൻഡയും പീഡ്രോ അയാളുടെ അടുത്തേക്ക് വരുന്നത്. അവരെ കാണുമ്പോൾ, ഓ അപ്പൊ നിങ്ങളായിരുന്നല്ലേ സ്ട്രക്കറുടെ പരീക്ഷണ വസ്തുക്കൾ. എന്നോട് ക്ഷമിക്കണം, സ്ട്രക്കറുടെ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ അയാൾക്കറിയാമായിരുന്നു എന്ത് ലോകമാണ് അയാൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നതെന്ന്. മനുഷ്യജീവൻ അതൊരു ലാഭ കച്ചവടമല്ല. അതുകൊണ്ട് അയാൾ മനുഷ്യരെ ആയിരുന്നില്ല ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നത്. എന്താ കാര്യം നിങ്ങൾക്കറിയാമായിരുന്നില്ലേ? അല്ല, എന്തിനാണിപ്പോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? എന്നെ വിരട്ടാണോ? പക്ഷെ എനിക്ക് നിങ്ങളെ കണ്ടിട്ട് അത്ര പേടിയൊന്നും തോന്നുന്നില്ല. നിങ്ങൾ എന്തായാലും എന്റെ അടുത്തേക്ക് ബിസിനസ്സിന് വേണ്ടി വന്നതല്ല. മാത്രമല്ല നിങ്ങളല്ല നിങ്ങളുടെ ലീഡർ. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. നിങ്ങളുടെ ലീഡറിനെ വിളിക്ക് എന്നൊക്കെയാണ് ആ ക്ലോ പറയുന്നത്. ഈ സമയത്താണ് അൾട്രോൺ അങ്ങോട്ട് വരുന്നത്. വന്നവാടെ അൾട്രോൺ ക്ലോക്കിട്ട് ഒരു ഇടി കൊടുക്കുകയാണ്. ഇവിടെ അങ്ങനെ ലീഡർ ഒന്നുമില്ല, അതുകൊണ്ട് നീ ആ കാര്യം സംസാരിക്കണ്ട. നമുക്ക് സംസാരിക്കേണ്ടത് ബിസിനസിനെ കുറിച്ചിട്ടാണ്. നിന്റെ കയ്യിലുള്ള മുഴുവൻ വൈബ്രേനിയം എനിക്ക് വേണം എന്നാണ് അൾട്രോൺ പറയുന്നത്. അങ്ങനെ അൾട്രോൺ പറഞ്ഞ പ്രകാരം ആ ക്ലോ ഇപ്പോ അയാളുടെ കയ്യിലുള്ള വൈബ്രേനിയം ഒക്കെ എടുത്തിട്ട് അൾട്രോണ് കൊടുക്കുകയാണ്. പക്ഷെ ക്ലോ പറയുന്നത് ഇതൊക്കെ വക്കാണ്ടയിൽ നിന്ന് ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ചെലവ് വേണം, അതുകൊണ്ട് ഇത് വെറുതെ തരാൻ പറ്റത്തില്ല എന്നാണ് ക്ലോ പറയുന്നത്. അതേക്കുന്ന അൾട്രോൺ പറയുന്ന ഡയലോഗ് നമ്മുടെ ലൂസിഫറിലെ ലാലേട്ടൻ പറയുന്ന പോലത്തെ ഒരു ഡയലോഗാണ്. യു ഹാവ് എ മെസ്സേജ്.
അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് കാശാണ് ഇപ്പൊ അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിരിക്കുന്നത്. ക്ലോ അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അൾട്രോൺ മറ്റൊരു ഡയലോഗ് പറയുന്നത്. സാമ്പത്തിക കാര്യങ്ങൾ വിചിത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, സുഹൃത്തുക്കളെയും ശത്രുക്കളെയും സമ്പന്നരാക്കി വെച്ചാൽ ആരാണ് യഥാർത്ഥ ശത്രു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അൾട്രോൺ അത് പറയുമ്പോൾ ക്ലോയ്ക്ക് ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. സ്റ്റാർക്ക്, നീ ഇപ്പൊ ഈ പറഞ്ഞ അതേ ഡയലോഗ് ടോണി സ്റ്റാർക്കും പറയാറുണ്ടായിരുന്നു. അപ്പൊ നീയും അവന്റെ ആളാണല്ലേ എന്നാണ് ക്ലോ ചോദിക്കുന്നത്. എന്നാൽ ടോണി സ്റ്റാർക്കിന്റെ കാര്യം പറയുമ്പോൾ അൾട്രോണ് ദേഷ്യമാണ് വരുന്നത്. വാട്ട്? ഐ എം നോട്ട്. ഞാനും സ്റ്റാർക്കിന്റെ കളിപ്പാട്ടമാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അയാളുടെ പൊള്ളയായ മനുഷ്യനാണെന്ന് എന്നെ കണ്ടിട്ട് നിനക്കൊരു അയൺമാനെ പോലെ തോന്നുന്നുണ്ടോ? സ്റ്റാർക്ക് ഈസ് നത്തിങ് എന്ന് പറഞ്ഞിട്ട് അൾട്രോൺ ക്ലോയുടെ ഒരു കൈ വെട്ടിയെടുക്കുകയാണ്. അതിനുശേഷം അയാൾ ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയത്താണ് ടീം അവഞ്ചേഴ്സ് അങ്ങോട്ട് വരുന്നത്. അവഞ്ചേഴ്സ് അങ്ങോട്ട് വന്ന ഉടനെ തന്നെ പീഡ്രോയും വാൻഡയും ആദ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ അവർ കൺവിൻസ് ആവുന്നില്ല. ഈ സമയത്താണ് ടോണി അൾട്രോണിന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്. എന്തിനാണ് നിനക്ക് ആ വൈബ്രേനിയം? അത് വെച്ചിട്ട് നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? അത് ചോദിച്ചതിൽ സന്തോഷമുണ്ട്, കാരണം എന്റെ ഈവിൽ പ്ലാൻ വിവരിക്കാൻ ഒരു അവസരം കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് അൾട്രോൺ അവർക്ക് നേരെ ഫയർ ചെയ്യാണ്. പിന്നീട് നടക്കുന്നത് ഒരു ഗംഭീര ഫൈറ്റ് ആണ്. അങ്ങനെ ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വാൻഡ് അവളുടെ പണി തുടങ്ങുന്നത്. അവൾ നേരെ പോകുന്നത് തോറിന്റെ അടുത്തേക്കാണ്. അതിനുശേഷം അവന്റെ ബ്രെയിൻ മൊത്തത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അവൻ നോക്കുമ്പോൾ അവനിപ്പോ ആസ്ഗാർഡിലാണ് നിൽക്കുന്നത്. ഇതേ സമയം തന്നെ വാൻഡയാണെങ്കിൽ ഇപ്പൊ ക്യാപ്റ്റന്റെ മൈൻഡാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം അവൾ അടുത്തതായിട്ട് പോകുന്നത് നതാഷയുടെ അടുത്തേക്കാണ്. എന്നിട്ട് അവളുടെയും ബ്രെയിൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ ക്ലിന്റ് ആണെങ്കിൽ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് നേരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് വാൻഡ ക്ലിന്റിന്റെ അടുത്തേക്ക് വരുന്നത്. എന്നാൽ അവൾ അവനെ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവന് കാര്യം മനസ്സിലായി. അവൻ പെട്ടെന്ന് ഒരു ആരോ എടുത്തിട്ട് അവളുടെ നെറ്റിയിൽ ഒരു കുത്തു കൊടുക്കുകയാണ്. ഈ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്ന പരിപാടി ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളതാണ്, അതെനിക്ക് തീരെ ഇഷ്ടമല്ല എന്നാണ് ക്ലിന്റ് പറയുന്നത്. പെട്ടെന്നാണ് പീഡ്രോ അങ്ങോട്ട് വന്നിട്ട് ക്ലിന്റിനെ അടിച്ച് തെറിപ്പിക്കുന്നത്. അതിനുശേഷം അവൻ വാൻഡയും കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഈ സമയം തന്നെ നതാഷയാണെങ്കിൽ വാൻഡ അവളുടെ മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അവളിപ്പോൾ അവളുടെ ഒരു പഴയ കാലത്താണുള്ളത്. അവളുടെ പാസ്റ്റ് ആണ് അവളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേസമയം ക്യാപ്റ്റനും അവന്റെ പഴയ കാലത്തേക്കാണ് പോയിരിക്കുന്നത്. അവൻ നോക്കുമ്പോൾ അവിടെ ഒരു ഹാളിൽ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പെഗ്ഗി അവിടെ നിൽക്കുന്നുണ്ട്. അവളെ കണ്ട് അവന് ശരിക്കും അത്ഭുതമായി. അവളിപ്പോൾ അവനൊരു ഡാൻസിന് ക്ഷണിക്കുകയാണ്. ഇതേസമയം തന്നെ തോറാണെങ്കിൽ ആസ്ഗാർഡിലാണ്. അവൻ നോക്കുമ്പോൾ ആ ഹൈംഡാൽ അവിടെ നിൽക്കുന്നുണ്ട്. അവന്റെ കണ്ണിനൊക്കെ എന്തൊരു മാറ്റം വന്നിരിക്കുകയാണ്. അത് കാണുമ്പോൾ നിന്റെ കണ്ണിന് ഇതെന്തോ പറ്റി? അതോർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട തോർ, എന്റെ കണ്ണുകളെല്ലാം കാണുന്നുണ്ട്. നീ ഞങ്ങളെ നരകത്തിലേക്ക് നയിക്കുന്നത് എന്റെ കണ്ണുകൾക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഹൈംഡാൽ അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. ഇതേസമയം തന്നെ ക്യാപ്റ്റൻ ആണെങ്കിൽ ആ ഹാളിൽ തന്നെയാണ്. പെഗ്ഗി അവനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുദ്ധമെല്ലാം കഴിഞ്ഞു സ്റ്റീവ്, എന്താണ് നീ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നത്? നമുക്ക് വീട്ടിലേക്ക് പോവാം, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സങ്കല്പിച്ചു നോക്ക് എന്നാണ് പെഗ്ഗി പറയുന്നത്. എന്നാൽ അവളത് പറഞ്ഞു തീരുമ്പോൾ അവിടെയുള്ള മുഴുവൻ ആളുകൾ അപ്രത്യക്ഷമാവുന്നു. അതൊക്കെ കണ്ട് ക്യാപ്റ്റൻ ആണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ സമയം ഹൈംഡാൽ ആണെങ്കിൽ തോറിന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. തോറ് പറയുന്നത്, എന്തിനാണ് നീ എന്നെ ഉപദ്രവിക്കുന്നത്? എനിക്കിപ്പോഴും നിന്നെ രക്ഷിക്കാൻ സാധിക്കും. ഇല്ല തോർ, നിനക്കതിന് സാധിക്കത്തില്ല. ഞങ്ങളെല്ലാവരും മരിച്ചു, നിനക്കത് മനസ്സിലാവുന്നില്ലേ എന്നാണ് ഹൈംഡാൽ പറയുന്നത്. അത് കേൾക്കുമ്പോൾ തോറാണെങ്കിൽ അവനെ തള്ളി മാറ്റാണ്. പെട്ടെന്നാണ് അവന്റെ ശരീരത്തിൽ നിന്നൊരു എനർജി വരുന്നത്. അതിൽപ്പെട്ട് അവിടെയുള്ള എല്ലാവരും കത്തിയെരിഞ്ഞു പോവാണ്. മാത്രമല്ല അവൻ എന്തൊക്കെയോ പല നിറത്തിലുള്ള ചില കല്ലുകൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഒരു മിന്നായം പോലത്തെ ഒരു കാഴ്ചയാണ്. കല്ലുകൾക്ക് ശേഷം അവൻ കാണുന്നത് ഒരു ചുവന്ന മുഖംമൂടി അണിഞ്ഞൊരു രൂപം കണ്ണു തുറക്കുന്നതാണ്. ഇത്രയും കാഴ്ചകളാണ് തോർ കാണുന്നത്. ഇതേ സമയം തന്നെ നതാഷയാണെങ്കിൽ അവളുടെ ആ പഴയ കാലത്താണ്. അവളുടെ ഒരു ട്രെയിനിങ് സെക്ഷനാണ് ഇപ്പോൾ അവള് കാണുന്നത്. പക്ഷെ അതിൽ അവൾക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവളെ അവരൊരു സ്ട്രെച്ചറിൽ കടത്തിയിട്ട് ഏതോ റൂമിന്റെ അകത്തേക്ക് കൊണ്ടുപോവാണ്. ഇത്രയും കാഴ്ചകളാണ് നതാഷ കാണുന്നത്. ഇനി റിയൽ വേൾഡിലെ കാര്യം നോക്കുകയാണെങ്കിൽ പീഡ്രോ വാൻഡയും കൊണ്ട് ആ ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൾക്ക് വല്ലാതെ തലവേദന എടുക്കുന്നുണ്ട്. എങ്കിലും അവള് പീഡ്രോയുടെ അടുത്ത് പറയുന്നത് എനിക്ക് എന്റെ പ്ലാൻ പൂർത്തിയാക്കണം എന്നാണ്. അത് പറഞ്ഞതിന് ശേഷം അവൾ നോക്കുമ്പോൾ കുറച്ച് അപ്പുറത്തായിട്ട് ബ്രൂസ് നിൽക്കുന്നതാണ് കാണുന്നത്. അവൻ ആ ജെറ്റിനകത്ത് ഇരുത്തിയിട്ടാണ് അവഞ്ചേഴ്സ് ഷിപ്പിനകത്തേക്ക് പോയിരിക്കുന്നത്. അവനിപ്പോൾ അവിടെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രൂസിനെയാണ് വാൻഡ ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത്. ഇതേസമയം തന്നെ ടോണി അൾട്രോണും തമ്മിലുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം ടോണി അൾട്രോൺ ഇടിച്ചു തെറിപ്പിക്കുന്നു. അതിനുശേഷം വീണ്ടും അവനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്ന കാണുമ്പോൾ അൾട്രോൺ സംസാരിക്കാൻ തുടങ്ങി. വൈബ്രേനി എത്തേണ്ടടുത്ത് തന്നെ എത്തും ആയിരിക്കാം, പക്ഷെ നീ എവിടേക്കും പോകത്തില്ല. ഇല്ല, ഞാൻ ഇപ്പോൾ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞു. നീ അവിടേക്ക് വരുമായിരിക്കും, പക്ഷെ അതിനു മുമ്പ് നീ ഡോക്ടർ ബാനറെ കൈകാര്യം ചെയ്യും എന്നാണ് അൾട്രോൺ പറയുന്നത്. അൾട്രോൺ അത് പറഞ്ഞു തീരുമ്പോൾ ടോണി അവനെ നേരെ ഷൂട്ട് ചെയ്യാണ്. അതോടൊപ്പം തന്നെ അൾട്രോൺ പൂർണ്ണമായിട്ടും തകർന്നു പോവാണ്. അങ്ങനെ അവന്റെ പണി തീർത്തിട്ട് ടോണി നേരെ പോകുന്നത് ബ്രൂസിന്റെ അടുത്തേക്കാണ്. ഈ സമയമാകുമ്പോഴേക്കും വാൻഡ ബ്രൂസിന്റെ മൈൻഡൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവനിപ്പോ ഹൾക്കായിട്ട് അഴിച്ചു വിട്ടിരിക്കുകയാണ്.
കണ്ണിൽ കാണുന്ന മുഴുവൻ സാധനങ്ങളും തകർത്തുകൊണ്ടാണ് ഹൾക്ക് ഇപ്പൊ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ടോണിക്ക് ഹൾക്കിനെ തടയണം, അല്ലാതെ അവൻ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ അവന്റെ ടീമിലുള്ള ബാക്കിയുള്ളവരെ വിളിക്കുമ്പോൾ അവരെല്ലാവരും ഫൈറ്റ് ചെയ്ത് തളർന്നു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ടോണി ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ ഒരു അവസരത്തിൽ ടോണി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വെറോണിക്കയെ വിളിക്കുകയാണ്. ഈ വെറോണിക്ക എന്ന് പറയുന്നത് സ്പേസിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാറ്റലൈറ്റ് പോലുള്ള ഒരു സെറ്റപ്പാണ്. ഏതെങ്കിലും ഒരു അവസരത്തിൽ ഹൾക്കിന് ഭ്രാന്ത് പിടിക്കുകയാണെങ്കിൽ അവനെ തടയാൻ വേണ്ടി ടോണിയും ബ്രൂസും കൂടെ ഡിസൈൻ ചെയ്തതാണ് ഈ വെറോണിക്ക. ഹൾക്കിനെ തടയാനുള്ള ആർമറും കാര്യങ്ങളൊക്കെയാണ് അതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതേസമയം തന്നെ ഹൾക്കാണെങ്കിൽ സിറ്റിയിലേക്ക് ഇറങ്ങി അവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും തല്ലി തകർത്തുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്തിട്ടും ഹൾക്കിനെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് വെറോണിക്കയിൽ നിന്നുള്ള ആർമേഴ്സ് ഒക്കെ താഴേക്ക് വന്ന് പതിക്കുന്നത്. അതിപ്പോ ഹൾക്കിനെ മൊത്തത്തിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഈ സമയം ഹൾക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവൻ നിൽക്കുന്ന തറ മൊത്തം തല്ലി പൊളിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ആ സാധനം നേരെ താഴേക്ക് പോവാണ്. അങ്ങനെ താഴേക്ക് പോയതിനു ശേഷം ഹൾക്ക് മറ്റൊരു ഭാഗത്തൂടെ പുറത്തേക്ക് വരികയാണ്. പെട്ടെന്നാണ് ടോണി അങ്ങോട്ട് വരുന്നത്. എന്നാൽ ഇത്തവണ ടോണിയുടെ സ്യൂട്ടിനൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് ഭീമാകാരമായിട്ടുള്ള ഒരു സ്യൂട്ടായിരുന്നു. ഇതിനെ പറയുന്നത് ഹൾക്ക് ബസ്റ്റർ എന്നാണ്. ഇതിന്റെ പാർട്സ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ആ വെറോണിക്കയിൽ തന്നെയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ടോണി ഹൾക്കുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ടോണി ഹൾക്കിനെ ബോധം കെടുത്തുന്നത്. അങ്ങനെ ഉടനെ തന്നെ അവർ ഹൾക്കിനെയും കൊണ്ട് അവരുടെ ജെറ്റിൽ കയറി അവിടെ നിന്ന് പോവാണ്. ആ യാത്രക്കിടയിലാണ് മരി അവരെ വിളിക്കുന്നത്. ഹൾക്ക് ഇപ്പോൾ സിറ്റിയിൽ നല്ല രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പോലീസ് അവനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, എവിടെയെങ്കിലും ഒന്ന് ഒളിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് മരിയ പറയുന്നത്. അവരാണെങ്കിൽ അതിന് ഓക്കെ പറയുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ അവർക്ക് ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തണം. ആ ഒരു കാര്യം ക്ലിന്റ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവൻ അവരെയും കൊണ്ട് പോകുന്നത് അവന്റെ വീട്ടിലേക്കാണ്. ഇവർക്ക് ആർക്കും അറിയാത്തൊരു രഹസ്യമുണ്ട്. അതായത് ക്ലിന്റിന് ഒരു ഭാര്യയും 2 മക്കളും ഉണ്ട്. മാത്രമല്ല അവന്റെ ഭാര്യ ഇപ്പൊ പ്രഗ്നന്റുമാണ്. ഇവർക്ക് ഒളിച്ചു താമസിക്കാൻ വേണ്ടി നിക് ഫ്യൂറി ഏർപ്പാടാക്കി കൊടുത്തൊരു വീടാണത്. അങ്ങോട്ടാണ് ക്ലിന്റ് അവരെയും കൊണ്ട് പോകുന്നത്. അങ്ങനെ പരിചയപ്പെടലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് തോർ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അത് കാണുമ്പോൾ നീ ഇതെവിടെ പോവാണ് എന്ന് ചോദിച്ചുകൊണ്ട് ക്യാപ്റ്റൻ അവന്റെ പുറകെ പോകുന്നു. എന്റെ ആ ഡ്രീമിൽ എനിക്ക് ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ട്. അതിനുള്ള ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, ഞാനൊന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. ഇനി കാണിക്കുന്നത് ഡോക്ടർ ചോയുടെ ഒരു റിസർച്ച് ലാബാണ്. കൊറിയയാണ് സ്ഥലം. അവൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അൾട്രോൺ അങ്ങോട്ട് വരുന്നത്. ഒച്ച വെച്ചാൽ നിന്റെ ജോലിക്കാരെല്ലാവരും മരിക്കും. നിന്നെ കണ്ടുമുട്ടിയ രാത്രിയിൽ തന്നെ എനിക്ക് നിന്നെ കൊല്ലാമായിരുന്നു. ഞാനത് ചെയ്തില്ല. എനിക്ക് നിന്നെ കൊണ്ടൊരാവശ്യമുണ്ട്. നിന്റെ ക്രേറ്റിൽ കണ്ടില്ലേ, ഇതാണ് അടുത്ത ഞാൻ. ഇത് വെച്ചിട്ട് എനിക്ക് പുതിയൊരു ശരീരം നിർമ്മിക്കണം എന്നാണ് അൾട്രോൺ പറയുന്നത്. ഈ സമയത്താണ് അൾട്രോണിന്റെ ഒരു റോബോട്ട് വൈബ്രേനിയം കൊണ്ട് അങ്ങോട്ട് വരുന്നത്. മാത്രമല്ല മറ്റൊരു റോബോട്ട് വന്ന് ലോക്കിയുടെ സെപ്റ്റർ വെച്ചിട്ട് അവളുടെ ദേഹത്തൊന്ന് തൊടുകയാണ്. അതോടൊപ്പം തന്നെ അവളുടെ മനസ്സ് മാറി ഇപ്പൊ അവൾ അൾട്രോണിന്റെ ഭാഗത്തേക്ക് മാറിയിട്ടുണ്ട്. ഇതേ സമയം തന്നെ നിക് ഫ്യൂറി ഇപ്പൊ ടോണിയെ കാണാൻ വന്നിരിക്കുകയാണ്. ഇപ്പൊ ഉണ്ടായ മുഴുവൻ കാര്യങ്ങളെ കുറിച്ചിട്ട് അയാൾ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരിപാടിയെല്ലാം നിർത്തണം എന്ന് പറയാനാണ് അയാൾ ഇപ്പൊ ടോണിയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ടോണി പറയുന്നത് അവൻ കണ്ട ആ സ്വപ്നത്തെ കുറിച്ചിട്ടാണ്. ഞാൻ തുടങ്ങി വെച്ച ഈ പരിപാടി കാരണം എന്റെ എല്ലാ ഫ്രണ്ട്സും മരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ വാൻഡ എന്റെ മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് മാത്രം കണ്ട ഒരു കാഴ്ചയായിരുന്നില്ല അത് റിയൽ ആണ്. ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. അതൊരിക്കലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നാണ് ടോണി പറയുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. നിക് ഫ്യൂറി ഇപ്പം അവഞ്ചേഴ്സുമായിട്ടൊരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെയൊക്കെ വെച്ചൊരു കളി കളിച്ചതുകൊണ്ട് അൾട്രോണിന് ആവശ്യത്തിലുള്ള സമയം കിട്ടിയിട്ടുണ്ട്. അവൻ എന്തോ നിർമ്മിക്കുകയാണെന്നാണ് ഞാൻ കേട്ടത്. അവൻ കൊണ്ടുപോയ വൈബ്രേനിയത്തിന്റെ അളവ് വെച്ച് നോക്കുകയാണെങ്കിൽ വെറും ചെറിയൊരു സാധനം ഉണ്ടാക്കാനല്ല അവന്റെ ശ്രമം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേക്കുമ്പോ അപ്പൊ ഇപ്പൊ അൾട്രോൺ എവിടെയുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? ക്യാപ്റ്റൻ ആണ് അത് ചോദിക്കുന്നത്. അവനെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, അവൻ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അവന്റെ പദ്ധതി എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് ഒരു ഊഹവുമില്ല. ഫ്യൂറി അത് പറയുമ്പോൾ അവൻ ഇപ്പോഴും ആറ്റം ബോംബുകളുടെ കോഡുകൾ ഉപയോഗിക്കാനുള്ള ശ്രമത്തിലാണോ എന്നാണ് ടോണി ചോദിക്കുന്നത്. അതെ, പക്ഷെ അതിൽ അവൻ വലിയ പുരോഗതിയൊന്നും ഉണ്ടാക്കുന്നില്ല. മാത്രമല്ല ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് മിസൈലുകളിലും അവൻ കണ്ണുവെച്ചിട്ടുണ്ടെന്നാണ്. പക്ഷെ അതിന്റെ കോഡുകളൊക്കെ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാരാണ് മാറ്റുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലായിട്ടില്ല. നിക് ഫ്യൂറി അത് പറയുമ്പോൾ അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് നമുക്ക് അജ്ഞാതനായിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടെന്നാണോ? നതാഷയാണ് അത് ചോദിക്കുന്നത്. അൾട്രോണിന്റെ ശത്രുവാണെന്ന് കരുതിയിട്ട് അവൻ നമ്മുടെ ഫ്രണ്ട് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. എന്നാലും അതാരാണെന്ന് അറിയാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണെങ്കിലും എന്റെ കയ്യിലിപ്പോൾ നിങ്ങളുണ്ട്. പണ്ട് എനിക്ക് എല്ലായിടത്തും കണ്ണുകളുണ്ടായിരുന്നു, എല്ലായിടത്തും ചെവികളും ഉണ്ടായിരുന്നു. നിങ്ങൾക്കാണെങ്കിൽ സ്വപ്ന തുല്യമായ സാങ്കേതിക വിദ്യകളും ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇപ്പോൾ ലോകം രക്ഷിക്കാൻ നമ്മുടെ കയ്യിൽ ആകെയുള്ളത് നമ്മുടെ ബുദ്ധിയും ഇച്ഛാശക്തിയും മാത്രമാണ്. അൾട്രോൺ പറഞ്ഞത് അവഞ്ചേഴ്സ് മാത്രമാണ് അവന്റെ ദൗത്യത്തിന് ആകെയുള്ള തടസ്സം എന്നാണ്. അപ്പൊ പിന്നെ അവൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അവന്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ നാശമാണ്. ഇവിടെ ഒരു ശവപ്പറമ്പാക്കുക എന്നതാണ് അവന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവനെ നശിപ്പിച്ചേ പറ്റൂ. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് എന്താണ് അവൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നാണ്.
ഫ്യൂറി ഇത് പറയുമ്പോൾ അവൻ നമ്മളെക്കാൾ മികച്ചവനാവാനല്ല ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ ശരീരം തന്നെയായിരിക്കും എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ മനുഷ്യ ശരീരമോ, മനുഷ്യരൂപം കാര്യക്ഷമമില്ലാത്തതാണ്. ജൈവശാസ്ത്രപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പഴയതായി കഴിഞ്ഞു. പക്ഷെ പിന്നെ എന്തുകൊണ്ടായിരിക്കും അവൻ അതിലേക്ക് തന്നെ വരുന്നത്? ടോണി അത് പറയുമ്പോൾ മനുഷ്യകുലത്തെ സംരക്ഷിക്കാൻ വേണ്ടി നീയും ബ്രൂസും കൂടെയാണ് അവനെ പ്രോഗ്രാം ചെയ്തത്. എന്നിട്ടിപ്പോ നിങ്ങൾ ഗംഭീരമായി പരാജയപ്പെട്ടിരിക്കുകയാണല്ലോ എന്നാണ് നതാഷ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഇല്ല, അവർക്ക് സംരക്ഷിക്കപ്പെടേണ്ടതില്ല, അവർക്ക് പരിണമിക്കണം. അൾട്രോൺ പരിണമിക്കാൻ പോവാണ് എന്നാണ് ബ്രൂസ് പറയുന്നത്. പക്ഷെ എങ്ങനെ? നിക് ഫ്യൂറി ചോദിക്കുന്നു. ഫ്യൂറി അത് ചോദിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഡോക്ടർ ചോയുമായി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നോ എന്നാണ് ബ്രൂസ് തിരിച്ചു ചോദിക്കുന്നത്. ഇതേ സമയം തന്നെ അൾട്രോണും കൂട്ടരും ഒരു ശരീരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോശങ്ങളും വൈബ്രേനി ആറ്റങ്ങളും കൂടി കലർത്തിയിട്ടാണ് അവർ ആ ശരീരം ബിൽഡ് ചെയ്യുന്നത്. അങ്ങനെ ആ ശരീരത്തിന്റെ പണിയൊക്കെ തീർത്തിട്ട് ലോക്കിയുടെ ആ സെപ്റ്റർ ഉണ്ടല്ലോ അത് പൊട്ടിച്ചിട്ട് അൾട്രോൺ ആ രത്നക്കല്ല് പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ആ കല്ലെടുത്ത് ആ പുതിയ ശരീരത്തിന്റെ നെറ്റിയിലേക്ക് വെച്ചു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു വല്ലാത്ത എനർജിയാണ് ആ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നത്. ഇതേ സമയം തന്നെ തോറാണെങ്കിൽ ആ സയന്റിസ്റ്റായ സെൽവിഗിനെയും കൂട്ടി ഒരു കുളത്തിന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. ഈ കുളത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിലേക്ക് ഇറങ്ങുന്ന ആളുടെ ആത്മാവിനെ അത് സ്വീകരിക്കുകയാണെങ്കിൽ അയാൾ ഇതിനു മുമ്പ് കണ്ട സ്വപ്നം വീണ്ടും കാണാൻ സാധിക്കും. നേരത്തെ വാൻഡ കാണിച്ചു കൊടുത്തതിനെ തുടർന്ന് തോർ ഒരു വിഷം കണ്ടില്ലായിരുന്നു. അതൊന്നുകൂടെ കാണാനാണ് അവനിപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ സമയം തന്നെ ടോണി ആണെങ്കിൽ നേരെ പോയിരിക്കുന്നത് ഒരു ഇന്റർനെറ്റ് ഹബ്ബിലേക്കാണ്. ഇതിനെ നെക്സസ് എന്നാണ് പറയുന്നത്. അൾട്രോണിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു അജ്ഞാതനുണ്ട് എന്ന കാര്യം നിക് ഫ്യൂറി പറഞ്ഞിട്ടില്ലായിരുന്നു. അതാരാണെന്ന് കണ്ടുപിടിക്കാനാണ് ടോണി ഇപ്പോൾ അങ്ങോട്ട് പോയിരിക്കുന്നത്. അവൻ അതിനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം തോറാണെങ്കിൽ ആ കുളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയ ഉടനെ തന്നെ അവൻ നേരത്തെ കണ്ട ആ വിഷൻ അവൻ വീണ്ടും കാണാൻ തുടങ്ങി. അതിലവൻ ഭൂമിയുടെ നാശം കാണുന്നുണ്ട്, അതുപോലത്തെ പല കാഴ്ചകളും. ഇതൊന്നും കൂടാതെ 4 വ്യത്യസ്ത കളറിലുള്ള കല്ലുകളും അവൻ കാണുന്നുണ്ട്. ഇതേ സമയം തന്നെ ഡോക്ടർ ചോ ആണെങ്കിൽ അൾട്രോൺ ആ പുതിയതാക്കി ഉണ്ടാക്കിയ ശരീരത്തിന്റെ അകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം എടുത്തിട്ട് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അവിടെ ആ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വാൻഡ അങ്ങോട്ട് വരുന്നത്. അവൾ വന്ന ഉടനെ തന്നെ ആ ക്രേറ്റിൽ ഒന്ന് തൊട്ടു നോക്കുകയാണ്. ആ കാഴ്ച അവളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഭൂമിയുടെ നാശമാണ് അവൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ നിന്നും അൾട്രോൺ ഭൂമിയെ നശിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. അവൾ ഉടനെ തന്നെ ആ കാര്യം അൾട്രോണിന്റെ അടുത്ത് ചോദിക്കുകയാണ്. ശരിയാണ്, ഭൂമിയെ നശിപ്പിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നിട്ട് പുതിയൊരു ലോകത്തെ കെട്ടിപ്പടുക്കും. ഇത് ആദ്യമായിട്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. എത്ര തവണ ഈ ഭൂമിയിൽ വംശനാശം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ ദിനോസറുകളെ കുറിച്ചിട്ട്? ദിനോസറുകൾ ഇവിടെ മനസമാധാനത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി ദേവ് ഒരു കല്ലെടുത്തെറിഞ്ഞത്. അതോടുകൂടെ ദിനോസറുകൾക്ക് മൊത്തം വംശനാശം സംഭവിച്ചു. അത് തന്നെയാണ് ഞാനും ചെയ്യാൻ പോകുന്നത്. നമുക്കും ഇവിടെ പരിണമിച്ചേ പറ്റൂ. ദുർബലമായവർക്കൊന്നും ഈ ഭൂമിയിൽ ഇനി സ്ഥാനമില്ല എന്നൊക്കെയാണ് അൾട്രോൺ പറയുന്നത്. അപ്പൊ അൾട്രോണിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അത് മൊത്തം നാശമാണ് എന്ന കാര്യം വാൻഡയ്ക്ക് മനസ്സിലായി. അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് അവളുടെ കൈ ഒന്ന് ഉയർത്താണ്. അതോടൊപ്പം തന്നെ ഡോക്ടർ ചോയുടെ മനസ്സ് മാറുകയും ചെയ്യുന്നു. അങ്ങനെ മനസ്സ് മാറിയ ഉടനെ അവൾ അൾട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാണ്. അത് മനസ്സിലായ ഉടനെ തന്നെ അൾട്രോൺ അവളെ ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെയൊക്കെ പണി തീർത്തിട്ട് ആ റോബോട്ട്സ് ആ ക്രേറ്റിൽ എടുത്തിട്ട് ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ സമയത്താണ് ക്യാപ്റ്റൻ അങ്ങോട്ട് വരുന്നത്. ക്യാപ്റ്റൻ ആ ലാബിന്റെ അകത്തേക്ക് കയറുമ്പോൾ അവിടെ മൊത്തം തകർന്നു നടക്കുന്നതാണ് കാണുന്നത്. ഈ സമയത്താണ് അവൻ ഡോക്ടർ ചോയെ ശ്രദ്ധിക്കുന്നത്. അവനെ കണ്ട ഉടനെ തന്നെ ചോ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ആ അൾട്രോൺ അവനിപ്പോ പുതിയ ശരീരത്തിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. അവൻ ആ ശരീരം കൊണ്ട് എങ്ങോട്ട് പോയിട്ടുണ്ട്. അതെങ്ങോട്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ യഥാർത്ഥ ശക്തി ആ ക്രേറ്റിലിനകത്തെ ശരീരത്തിലാണ്. ആ രത്നക്കല്ല്, അതിന്റെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്തതാണ്. നിങ്ങൾക്ക് ആർക്കും അതിനെ തകർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങൾ ആ ക്രേറ്റിൽ കണ്ടുപിടിച്ച് അത് ടോണിയുടെ അടുത്ത് എത്തിക്കണം എന്നാണ് ചോ പറയുന്നത്. അവൾ ആ പറയുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജെറ്റിൽ ഇരുന്നുകൊണ്ട് നതാഷയും ക്ലിന്റും കേൾക്കുന്നുണ്ട്. അവരിപ്പോൾ അൾട്രോണിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവർ നോക്കുമ്പോൾ ഒരു വലിയ ട്രക്ക് അതിലെ പോകുന്നുണ്ട്. അതിനകത്താണ് ആ ക്രേറ്റിലുള്ളത് എന്ന കാര്യം ക്ലിന്റിന് മനസ്സിലായി. അങ്ങനെ അവരെല്ലാവരും ആ ട്രക്കിന്റെ പുറകെ പോവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ ആ ലാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. അവനിപ്പോ നിൽക്കുന്നത് അവിടെയുള്ള ഒരു ഫ്ലൈ ഓവറിന്റെ മുകളിലാണ്. ആ ട്രക്ക് താഴെ കൂടെ പോകുമ്പോൾ ക്യാപ്റ്റൻ പെട്ടെന്ന് തന്നെ ആ ഫ്ലൈ ഓവറിൽ നിന്ന് ട്രക്കിന്റെ പുറത്തേക്ക് ചാടുന്നു. അവൻ ആ ട്രക്കിന്റെ വാതിൽ തുറക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് അൾട്രോൺ അവന് നേരെ ഫയർ ചെയ്യുന്നത്. അതിൽപ്പെട്ട് ക്യാപ്റ്റൻ പുറകിലേക്ക് തെറിച്ചു പോകുന്നു. എന്നാൽ ക്യാപ്റ്റൻ ആണെങ്കിൽ വീണ്ടും കഷ്ടപ്പെട്ട ആ ട്രക്കിന്റെ മുകളിലേക്ക് തന്നെ ചാടിക്കയറാണ്. ഈ സമയത്താണ് അൾട്രോൺ അവന്റെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ അവന്റെ ആ ഷീൽഡ് അവന്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോവാണ്. ഈ സമയത്താണ് ക്ലിന്റ് ആ ജെറ്റ് താഴേക്ക് താഴ്ത്തുന്നത്. അങ്ങനെ ആ റോഡിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ നതാഷ ഉടനെ തന്നെ ആ ജെറ്റിൽ നിന്ന് ഒരു ബൈക്കുമായിട്ട് പുറത്തേക്ക് ജമ്പ് ചെയ്യാണ്. അതിനുശേഷം ആ ട്രക്കിനെ ഫോളോ ചെയ്ത് പോകാൻ തുടങ്ങി. പോകുന്ന വഴിക്ക് അവിടെ വീണ് കിടക്കുന്ന ക്യാപ്റ്റന്റെ ഷീൽഡ് അവൾ എടുക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ ആ ട്രക്കിന്റെ അടുത്തെത്തി. അതിനുശേഷം അവൾ ആ ഷീൽഡ് എടുത്ത് ക്യാപ്റ്റൻ എറിഞ്ഞു കൊടുക്കുകയാണ്. അത് കിട്ടിയ ഉടനെ തന്നെ ക്യാപ്റ്റൻ ആണെങ്കിൽ അൾട്രോൺ അടിച്ച് തെറിപ്പിക്കുന്നു. അങ്ങനെ പിന്നെയും ക്യാപ്റ്റനും അൾട്രോണും തമ്മിലുള്ള ഫൈറ്റ് നടക്കുകയാണ്. അതിനിടയിലാണ് ക്ലിന്റ് ആ ജെറ്റുമായിട്ട് താഴേക്ക് വന്ന് അൾട്രോൺ നേരെ ഷൂട്ട് ചെയ്യുന്നത്. അത് കണ്ട ഉടനെ അൾട്രോണിന്റെ 2 റോബോട്ടുകൾ നേരെ ആ ജെറ്റിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അതിനുശേഷം അവറ്റകൾ ആ ജെറ്റ് തല്ലി പൊളിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഫൈറ്റിനിടയിൽ വളരെ കഷ്ടപ്പെട്ടാണ് ക്ലിന്റ് ആ റോബോട്ടുകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഇതേ സമയം തന്നെ ഈ ഫൈറ്റ് എല്ലാം ന്യൂസിൽ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് വാൻഡയും പീഡ്രോയും.
ഇതേ സമയം തന്നെ ക്യാപ്റ്റനും അൾട്രോണും തമ്മിൽ ആ ഫൈറ്റ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊരു ട്രെയിനിന്റെ അകത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് നതാഷ ആ ട്രക്കിന്റെ അടുത്തേക്ക് വരുന്നത്. അവൾ ഉടനെ തന്നെ ആ ട്രക്കിന്റെ അകത്തേക്ക് കയറുകയാണ്. എന്നാൽ ഈ സമയത്താണ് ക്ലിന്റിന്റെ പുറകെ പോയ 2 റോബോട്ടുകൾ തിരിച്ച് ആ ട്രക്കിലേക്ക് തന്നെ വരുന്നത്. വന്ന ഉടനെ തന്നെ ആ 2 റോബോട്ടുകൾ ചേർന്ന് ആ ട്രക്കിലുള്ള കണ്ടെയ്നർ പിടിച്ച് പൊക്കാൻ തുടങ്ങി. അവറ്റുകൾ ഇപ്പോൾ അതുമായിട്ട് അവിടെ നിന്ന് പറന്നു പോവാണ്. ഇതേ സമയം തന്നെ ക്യാപ്റ്റനും അൾട്രോണും ആ ട്രെയിനിന്റെ അകത്ത് വെച്ചിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് വാൻഡയും പീഡ്രോയും അങ്ങോട്ട് വരുന്നത്. അവർ വന്ന ഉടനെ തന്നെ അൾട്രോണുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഫൈറ്റിനിടയിൽ ആ ട്രെയിനിന്റെ മുൻഭാഗം മൊത്തം തകർന്നു പോകുന്നുണ്ട്. അങ്ങനെ ആ ട്രെയിൻ തകർത്തതിന് ശേഷം അൾട്രോൺ അവിടെ നിന്ന് പറന്നു പോവാണ്. ക്യാപ്റ്റൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ആ ട്രെയിനിന്റെ കൺട്രോൾ മൊത്തം വിട്ടിട്ടുണ്ട്. അതിന്റെ ലോക്കോ പൈലറ്റ് ഇപ്പോൾ മരിച്ചിരിക്കുകയാണ്. ഈ സമയം അൾട്രോൺ ആണെങ്കിൽ നേരെ പോയിരിക്കുന്നത് ആ ട്രക്കിന്റെ അടുത്തേക്കാണ്. എന്നാൽ അപ്പോഴേക്കും നതാഷയാണെങ്കിൽ ആ ക്രേറ്റിൽ ട്രക്കിനകത്തു നിന്നും അവരുടെ ആ ജെറ്റിനകത്തേക്ക് കയറ്റുന്നു. എന്നാൽ അവക്ക് ജെറ്റിലേക്ക് കയറാൻ സാധിക്കുന്നില്ല. അപ്പോഴേക്കും അൾട്രോൺ അവളെയും പിടിച്ചോണ്ട് അവിടെ നിന്ന് പോവാണ്. ഈ സമയം ക്ലിന്റ് ക്യാപ്റ്റന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. നതാഷയെ കാണുന്നില്ല, നിനക്ക് അവളെ കാണാൻ പറ്റുന്നുണ്ടോ എന്നാണ് ക്ലിന്റ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവളുടെ കാര്യം നീ വിട്, നീ എങ്ങനെയെങ്കിലും ആ ക്രേറ്റിൽ ടോണിയുടെ അടുത്തേക്ക് എത്തിക്കേ എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത്. അത് കേട്ട ഉടനെ ക്ലിന്റ് ആണെങ്കിൽ ആ ക്രേറ്റിലുമായിട്ട് ടോണിയുടെ അടുത്തേക്ക് പറക്കുകയാണ്. ഇതേ സമയം തന്നെ ആ ട്രെയിൻ ആണെങ്കിൽ അതിന്റെ കൺട്രോൾ വിട്ട് ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് കാണുമ്പോൾ പീഡ്രോ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഓടിച്ചെന്ന് ആ ട്രെയിൻ പോകുന്ന വഴിയിലുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്ന് മാറ്റാണ്. അതിനിടയിൽ വാൻഡ ആണെങ്കിൽ അവളുടെ മുഴുവൻ പവറും പുറത്തേക്ക് എടുക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവൾ ആ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാണ്. അങ്ങനെ ആ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്ത് അതിലുണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ അവർ രക്ഷിച്ചു. ഈ സമയത്താണ് ക്യാപ്റ്റൻ വാൻഡയുടെയും പീഡ്രോയുടെ അടുത്തേക്ക് വരുന്നത്. അവനെ കാണുമ്പോൾ ആ ക്രേറ്റിൽ നിങ്ങൾക്ക് കിട്ടിയോ എന്നാണ് വാൻഡ ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, അതിന്റെ കാര്യമൊക്കെ ടോണി നോക്കിക്കോളും. ക്യാപ്റ്റൻ അത് പറയുമ്പോൾ അവൾക്കൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. ഇല്ല, ആ ക്രേറ്റിലെ ടോണിയുടെ അടുത്തേക്ക് കൊണ്ടുപോയത് മണ്ടത്തരമാണ്. കാര്യങ്ങൾ ശരിയാക്കാൻ അയാൾ എന്തു വേണമെങ്കിലും ചെയ്യും. അൾട്രോണ് ലോകം രക്ഷിക്കുന്നതും നശിപ്പിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയത്തില്ല. ആ ബുദ്ധി അവൻ എവിടെ നിന്ന് കിട്ടിയെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അത് ടോണി കൊടുത്തതാണ് എന്നാണ് വാൻഡ പറയുന്നത്. അതെല്ലാം കേട്ട് സംശയത്തോടെ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ക്യാപ്റ്റൻ. ഈ സമയമാകുമ്പോഴേക്കും ക്ലിന്റ് ആണെങ്കിൽ ആ ക്രേറ്റിലുമായിട്ട് ടോണിയുടെയും ബ്രൂസിന്റെ അടുത്തെത്തി. ഈ സമയം ബ്രൂസ് പറയുന്നത് നമുക്ക് ഉടനെ തന്നെ ഇതിലെ പ്രോഗ്രാം മനസ്സിലാക്കണം, എങ്കിൽ മാത്രമേ ഇത് തുറക്കാൻ സാധിക്കത്തുള്ളൂ. ബ്രൂസ് അത് പറയുമ്പോൾ ടോണി ക്ലിന്റിന്റെ അടുത്ത് പറയുന്നത് നീ ഒരു കാര്യം ചെയ്യ്, എങ്ങനെയെങ്കിലും നതാഷയെ കോണ്ടാക്ട് ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ക്ലിന്റൻ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അവൻ പോയതിനു ശേഷം ടോണി ബ്രൂസിന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അവനിപ്പോ ജാർവിസിന്റെ ആ സ്ട്രക്ചറാണ് ബ്രൂസിന് കാണിച്ചു കൊടുക്കുന്നത്. ടോണി ഇപ്പൊ അത് ശരിയാക്കി എടുത്തിട്ടുണ്ട്. നീ ജാർവിസിനെ കണ്ടില്ലേ? വെറും ദേഷ്യം കാരണമല്ല അൾട്രോൺ ജാർവിസിനെ നശിപ്പിക്കാൻ ശ്രമിച്ചത്. ജാർവിസിന്റെ കഴിവിനെ പേടിച്ചിട്ടാണ് അൾട്രോൺ അത് ചെയ്തത്. അതുകൊണ്ട് തന്നെ ജാർവിസ് ഒളിവിൽ പോയതാണ്. അവന്റെ ഓർമ്മകളെല്ലാം പോയി, പക്ഷെ സ്വഭാവത്തിനൊരു മാറ്റം വന്നിട്ടില്ല. ഞാൻ അവന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നവരെ അവന് പോലും അറിയില്ലായിരുന്നു അവൻ അവിടെ ഉണ്ടായിരുന്നുവെന്ന്. ടോണി അതെല്ലാം പറയുമ്പോൾ അപ്പൊ നീ പറഞ്ഞു വരുന്നത് ജാർവിസിന് ഈ ശരീരത്തിനുള്ളിൽ കയറ്റാൻ ഞാൻ നിന്നെ സഹായിക്കണമെന്നാണോ? അല്ല ബ്രൂസ്, നീ എന്നെ സഹായിക്കണമെന്നല്ല, ജാർവിസിന് ഈ ശരീരത്തിനുള്ളിൽ കയറ്റാൻ ഞാൻ നിന്നെ സഹായിക്കാമെന്നാണ്. ഈ ഫീൽഡിൽ എനിക്കത്ര എക്സ്പീരിയൻസ് ഇല്ല. ഈ ജീവകോശ പ്രവർത്തനങ്ങളെല്ലാം എന്നേക്കാൾ കൂടുതൽ നന്നായി അറിയുന്നത് നിനക്കാണ് എന്നാണ് ടോണി പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അപ്പൊ നീ കരുതുന്നുണ്ടോ ജാർവിസിനെ കൊണ്ട് അൾട്രോണിനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന്? അതെ ബ്രൂസ്, ഉള്ളിലിരുന്നു കൊണ്ട് അറിയാതെ തന്നെ ജാർവിസ് അവനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഇത് നല്ലൊരു അവസരമാണ്. നമുക്ക് അൾട്രോണിന്റെ ഒരു പ്രതിബിംബം തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും, അവന്റെ മികവ് എന്നവൻ വിശ്വസിക്കുന്ന എല്ലാ പ്രത്യേകതകളോടും കൂടെ തന്നെ. ടോണി അത് പറയുമ്പോൾ ഇതൊരു നല്ല കാര്യമാണ് എന്നാണ് ജാർവിസും പറയുന്നത്. അങ്ങനെ ടോണി കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുമ്പോൾ ബ്രൂസ് അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ അൾട്രോൺ ആണെങ്കിൽ നതാഷയും കൊണ്ട് പോയിരിക്കുന്ന അവന്റെ ഹൈഡൌട്ടിലേക്കാണ്. അവനിപ്പം അവന് വേണ്ടി പുതിയൊരു റോബോട്ടിനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നതാഷയ്ക്ക് ബോധം വന്ന് കാണുമ്പോൾ അവൻ അവളുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നീ ഉണരുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു, പക്ഷെ ഞാനത് ആഗ്രഹിച്ചിരുന്നു. കാരണം നിനക്കൊരു സംഭവം കാണിച്ചു തരാനുണ്ട്. അത് കാണിച്ചു കൊടുക്കാൻ എനിക്ക് മറ്റാരും തന്നെ ഇല്ല. നീ ഉൽക്കകളെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഞാൻ ആ ഉൽക്കകളെ പറ്റി ഒരുപാട് ചിന്തിക്കാറുണ്ട്. അവയിലെ പരിശുദ്ധിയെപ്പറ്റി. ബോം, എല്ലാം അവസാനിക്കും, എന്നിട്ട് വീണ്ടും തുടങ്ങാം. അതോടുകൂടെ ഒരാൾക്ക് റീബിൽഡ് ചെയ്യാൻ വേണ്ടി ലോകം മൊത്തത്തിൽ ക്ലീൻ ആവും. ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഈ ലോകത്തൊരു പ്രതീക്ഷ കാണാമായിരുന്നു, ദയ കാണാമായിരുന്നു. എന്നാൽ ഇപ്പം അവര് ഭയത്തോടെയാണ് നോക്കുന്നത്. അതിന്റെ കാരണം നീയാണ്. നീ എനിക്ക് മുറിവേൽപ്പിച്ചു, അതിന് ഞാൻ നിനക്ക് മുഴുവൻ മാർക്കും തന്നേക്കാം. പക്ഷെ ആരോ പറഞ്ഞതുപോലെ എന്നെ കൊല്ലാനാവാത്തതെന്തും. അൾട്രോൺ അത് പറഞ്ഞു തരുമ്പോൾ അൾട്രോണിന്റെ പുതിയ ശരീരം വന്നിട്ട് ആ റോബോട്ടിനെ അങ്ങോട്ട് തകർത്ത് കളയാണ്. എന്നെ കൂടുതൽ ശക്തനാക്കത്തേയുള്ളൂ എന്നാണ് പുതിയ അൾട്രോൺ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അൾട്രോൺ നതാഷയെ ഒരു കൂട്ടിനകത്തേക്കിട്ട് പൂട്ടാണ്. എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ നതാഷ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിൽ ഒരു ഡിവൈസ് വെച്ചിട്ട് വളരെ രഹസ്യമായിട്ട് ക്ലിന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യാണ്. ഇപ്പൊ നതാഷ എവിടെയാണുള്ളത് എന്ന സ്ഥലം ക്ലിന്റിന് മനസ്സിലായിട്ടുണ്ട്.
ഇതേ സമയം തന്നെ ടോണിയും ബ്രൂസും കൂടെ ജാർവിസിനെ ആ ശരീരത്തിന്റെ അകത്തേക്ക് ആക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങി. എന്നാൽ അവർ ആ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ക്യാപ്റ്റനും വാൻഡയും പീഡ്രോയും കൂടെ അങ്ങോട്ട് വരുന്നത്. ഈ ഒരു സമയത്ത് ടോണി ചെയ്യുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്യാനാണ് ക്യാപ്റ്റൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ഈ കാണിക്കുന്നത് അപകടമാണ്, ഈ ശരീരത്തിന്റെ ശക്തി നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് ക്യാപ്റ്റൻ പറയുന്നത്. എന്നാൽ ക്യാപ്റ്റൻ പറയുന്നൊന്നും ബ്രൂസും ടോണിയും മൈൻഡ് ചെയ്യുന്നില്ല. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയേ പറ്റൂ എന്നാണ് അവർ പറയുന്നത്. എന്നാൽ പെട്ടെന്നാണ് പീഡ്രോ ഒരു കാര്യം ചെയ്യുന്നത്. അവൻ അവന്റെ സൂപ്പർ സ്പീഡിൽ ഓടിച്ചെന്നിട്ട് ആ ക്രേറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു വയർ വരച്ചെടുക്കുകയാണ്. അതോടുകൂടെ അവരുടെ ആ പ്രോഗ്രാം ഷട്ട് ഡൗൺ ആവാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് ഒരു വെടി പൊട്ടുന്നത്. അതോടുകൂടെ പീഡ്രോ നിൽക്കുന്ന ഗ്ലാസ് തകർന്നിട്ട് അവൻ താഴേക്ക് വീഴാണ്. അത് ക്ലിന്റ് ആയിരുന്നു. ഈ സമയം ടോണി ആണെങ്കിൽ ആ പ്രോസസ്സ് വീണ്ടും തുടങ്ങാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ക്യാപ്റ്റൻ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ ക്യാപ്റ്റനും ടോണിയും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തോർ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ അവന്റെ ചുറ്റികയിലേക്ക് മുഴുവൻ ശക്തി ആർജിച്ച് അവൻ ആ ചുറ്റിക വെച്ചിട്ട് ആ ക്രേറ്റിലിന് ഒരൊറ്റ അടി കൊടുക്കുകയാണ്. ആ എനർജി മൊത്തം ആ ക്രേറ്റിലേക്ക് അടിക്കുമ്പോൾ ആ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആവുകയും ചെയ്യുന്നു. പെട്ടെന്നാണ് ആ ക്രേറ്റിൽ പൊട്ടിത്തെറിക്കുന്നത്. അതോടുകൂടെ അതിനകത്തു നിന്നും ആ രൂപം പുറത്തേക്ക് ചാടുകയാണ്. ആ രൂപത്തെ കണ്ട് അവിടെ നിൽക്കുന്നവരെല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ സമയം ആ രൂപം നേരെ പറന്നു പോകുന്നത് തോറിന്റെ അടുത്തേക്കാണ്. തോറാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവനെടുത്ത് ഒരൊറ്റ ഏറ് കൊടുക്കുന്നു. അങ്ങനെ അവൻ നേരെ ചെല്ലുന്നത് അവിടെയുള്ള ഗ്ലാസിന്റെ മുന്നിലേക്കാണ്. ഈ സമയത്താണ് അവൻ അവന്റെ തന്നെ രൂപം ആ ഗ്ലാസിൽ കാണുന്നത്. അതൊന്നും നോക്കിയതിനു ശേഷം അവൻ അവന്റെ സ്യൂട്ടിന്റെ കളർ മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റുകയാണ്. അങ്ങനെ അവൻ വീണ്ടും ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് എത്തി. ഈ സമയത്താണ് ക്യാപ്റ്റൻ തോറിന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്. നീ ഇത് ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചതാണോ എന്നാണ് ക്യാപ്റ്റൻ ചോദിക്കുന്നത്. അതെ ക്യാപ്റ്റൻ, എനിക്കൊരു വിഷൻ ഉണ്ടായി. ഭൂമിയിലെ ജീവൻ മൊത്തം വലിച്ചെടുക്കുന്ന ഒരു ചുഴി, അതിന്റെ നടുവിൽ ഇവന്റെ നെറ്റിയിലിരിക്കുന്ന രത്നക്കല്ലും. ഇത് മൈൻഡ് സ്റ്റോൺ ആണ്. 6 ഇൻഫിനിറ്റി സ്റ്റോണുകളിലൊന്ന്, പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിയുള്ളത്. ഇതിന്റെ സംഹാര ശക്തിയോട് തുല്യമായ മറ്റൊന്നും തന്നെയില്ല എന്നൊക്കെയാണ് തോറ് പറയുന്നത്. അതേക്കുമ്പോ പിന്നെ എന്തിനാണ് നീ ഇതിനുണ്ടാക്കാൻ സഹായിച്ചത്? അതിന്റെ കാരണം ടോണി പറഞ്ഞതാണ് എന്നാണ് തോറ് പറയുന്നത്. ഓ, അപ്പൊ ലോകാവസാനമായല്ലേ? ബ്രൂസ് ചോദിക്കുന്നു. അതേ ബ്രൂസ്, അവഞ്ചേഴ്സിന് ഒരിക്കലും അൾട്രോണിനെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല എന്നാണ് തോർ അതിന് മറുപടി പറയുന്നത്. പക്ഷെ നിന്റെ ഈ വിഷൻ എന്താണ് ജാർവിസിന്റെ ശബ്ദം എന്നാണ് ക്യാപ്റ്റൻ ചോദിക്കുന്നത്. അതിന് മറുപടി പറയുന്നത് ടോണിയാണ്. ഞങ്ങൾ ജാർവിസിന്റെ മാട്രിക്സ് ഉപയോഗിച്ചിട്ടാണ് പുതിയതിനെ ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്നാണ് ടോണി പറയുന്നത്. അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് വിഷൻ അവരുടെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്. നിങ്ങൾ കരുതുന്നത് ഞാൻ അൾട്രോണിന്റെ സന്തതിയാണെന്നാണോ? എന്നാ നിങ്ങൾക്ക് തെറ്റി. ഞാൻ അൾട്രോൺ അല്ല, ഞാൻ ജാർവിസുമല്ല, ഞാൻ തന്നെയാണ്. ഈ സമയം വാൻഡ ഒരു കാര്യം പറയാൻ തുടങ്ങി. ഞാൻ നേരത്തെ നിന്റെ ബ്രെയിനിലേക്ക് കയറിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് ലോകനാശമാണ്. അതേക്കുമ്പോ എന്നാ പിന്നെ നീ ഇപ്പൊ ഒന്നുകൂടെ കയറി നോക്ക് എന്നാണ് വിഷ്ണുവിന് മറുപടി പറയുന്നത്. ഈ സമയം തോർ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. അവരുടെ കഴിവുകൾ, നമുക്കുണ്ടായ പേടി സ്വപ്നങ്ങൾ, അൾട്രോൺ, ഇതെല്ലാം വന്നത് ആ മൈൻഡ് സ്റ്റോണിൽ നിന്നാണ്. അതിന്റെ യഥാർത്ഥ സംഹാരശക്തി അപേക്ഷിച്ച് ഇവയെല്ലാം വളരെ നിസാരമാണ്. അതുകൊണ്ട് ഈ വിഷൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല എന്നാണ് തോർ പറയുന്നത്. അതേക്കുമ്പോ ക്യാപ്റ്റൻ സംസാരിക്കാൻ തുടങ്ങി. തോർ പറഞ്ഞത് കറക്റ്റ് ആണോ? നീ ഞങ്ങളുടെ കൂടെ തന്നെയാണോ എന്നാണ് ക്യാപ്റ്റൻ വിഷന്റെ അടുത്ത് ചോദിക്കുന്നത്. ഞാൻ ജീവന്റെ കൂടെയാണ്. പക്ഷെ അൾട്രോൺ അങ്ങനെയല്ല, അവൻ അതെല്ലാം നശിപ്പിക്കും. അൾട്രോൺ ഇപ്പൊ നിങ്ങളെ നശിപ്പിക്കാനാണ് കാത്തിരിക്കുന്നത് എന്നാണ് വിഷൻ പറയുന്നത്. അവനത് പറയുമ്പോൾ ക്ലിന്റ് അവൻ അറിയുന്ന കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അൾട്രോൺ ഇപ്പോൾ ഉള്ളത് സൊക്കോവിയയിലാണ്. നതാഷയെ അവൻ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് ക്ലിന്റ് പറയുന്നത്. ഈ സമയത്താണ് ബ്രൂസ് വിഷന്റെ അടുത്തൊരു കാര്യം പറയുന്നത്. ഞങ്ങളുടെ നിന്നെ പറ്റിയുള്ള ധാരണ തെറ്റാണെങ്കിൽ, നീ അൾട്രോൺ സൃഷ്ടിച്ച ചെകുത്താൻ തന്നെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പെട്ടെന്ന് വിഷൻ അത് ചോദിക്കുമ്പോൾ ബ്രൂസ് ഒന്നും പറയുന്നില്ല. ഈ സമയം വിഷൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് അൾട്രോണിനെ കൊല്ലണമെന്നില്ല. അവൻ സമാനതകളില്ലാത്തവനാണ്. മാത്രമല്ല അവൻ കടുത്ത വേദനയിലുമാണ്. പക്ഷെ ആ വേദന അത് ഭൂമിയെ മൊത്തം നശിപ്പിക്കും. അതുകൊണ്ട് അവനെ ഇല്ലാതാക്കിയേ മതിയാവും. അവനുണ്ടാക്കിയതെല്ലാം പൊടി പോലും ബാക്കി വയ്ക്കരുത്. അതിന് നമ്മൾ ഇപ്പൊ തന്നെ തുടങ്ങണം. പരസ്പര സഹായമില്ലാതെ നമ്മളിൽ ആർക്കും അതിന് സാധ്യമല്ല. ചിലപ്പോ ഞാനൊരു ചെകുത്താനായിരിക്കും. അങ്ങനെ ആയിരുന്നെങ്കിൽ പോലും എനിക്കത് അറിയുകയുമില്ല. പക്ഷെ ഞാൻ നിങ്ങളെപ്പോലെയല്ല, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ആയതുമില്ല. അതുകൊണ്ട് നിങ്ങളെ എന്നിൽ വിശ്വസിപ്പിക്കാൻ ഒരു മാർഗവുമില്ല. പക്ഷെ എന്താണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞിട്ട് അൾട്രോൺ തോറിന്റെ ചുറ്റികെടുത്തിട്ട് അവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അത് കണ്ട് അവിടെ നിൽക്കുന്ന എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം അവരുടെ മുന്നിൽ തോറല്ലാതെ ആദ്യമായിട്ടാണ് മറ്റൊരാൾ ആ ചുറ്റികെടുക്കുന്നത്. അങ്ങനെ ഉടനെ തന്നെ അവഞ്ചേഴ്സ് എല്ലാവരും അൾട്രോണുമായിട്ടുള്ള ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. ഇതേ സമയം തന്നെ ടോണി ആണെങ്കിൽ അവന്റെ പുതിയൊരു അസിസ്റ്റന്റിനെ സെറ്റ് ചെയ്യാണ്. ജാർവിസ് ഇപ്പൊ ഇല്ലല്ലോ. പുതിയ അസിസ്റ്റന്റിന്റെ പേര് ഫ്രൈഡേ എന്നാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി അവർ ഉടനെ തന്നെ അവരുടെ ജെറ്റിൽ പുറപ്പെടുകയാണ്. ഈ സമയം ക്യാപ്റ്റൻ അവരെല്ലാവരെയും കൂട്ടി ഒരു ബ്രീഫിംഗ് നടത്തുന്നുണ്ട്. അതിൽ ക്യാപ്റ്റൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വരുന്നുണ്ടെന്നുള്ള കാര്യം അൾട്രോൺ അറിയാം. നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്നത് തീക്കളിയാണ്. നമ്മൾ അതിന് തയ്യാറായി ഇറങ്ങി തിരിച്ചവരുമാണ്. പക്ഷെ സൊക്കോവയിലെ ജനങ്ങളുടെ അവസ്ഥ അതല്ല. അതുകൊണ്ട് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അവിടുത്തെ ജനങ്ങൾക്കാണ്. നമ്മുടെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം അവരെല്ലാവരെയും അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്യാപ്റ്റൻ പറയുന്നത്. അങ്ങനെ ഉടനെ തന്നെ അവർ സൊക്കോവയിലേക്ക് എത്തി. ഈ സിനിമ ആരംഭിക്കുമ്പോൾ എവിടെ വെച്ചാണോ യുദ്ധം നടന്നത് അവിടെ വെച്ചിട്ട് തന്നെയാണ് ഇതിന്റെ ക്ലൈമാക്സിലെ യുദ്ധവും നടക്കാൻ പോകുന്നത്. അങ്ങനെ ക്യാപ്റ്റൻ പറഞ്ഞതനുസരിച്ച് പീഡ്രോ വേഗം തന്നെ ചെന്നിട്ട് അവനെ കൊണ്ടാവുന്ന ആൾക്കാരെ മൊത്തം അവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണ്. ഈ സമയം വാൻഡയാണെങ്കിൽ അവളുടെ ശക്തി ഉപയോഗിച്ചിട്ട് ആൾക്കാരുടെ മനസ്സിലേക്ക് കയറി അവളെ കൊണ്ടാവുന്ന ആൾക്കാരെ ഒഴിപ്പിക്കാൻ തുടങ്ങി.
അങ്ങനെ ആ ഒഴിപ്പിക്കലൊക്കെ നടക്കുന്നതിനിടയിൽ തോറും ബ്രൂസ് നേരെ പോകുന്നത് അൾട്രോണിന്റെ ഹൈഡ് ഔട്ടിലേക്കാണ്. തോർ ഉടനെ തന്നെ അവന്റെ ഹാമർ വെച്ച് അവിടെയുള്ള ചുമരൊക്കെ തല്ലി പൊളിച്ച് അതിനകത്തേക്ക് കയറി. അൾട്രോൺ എന്താണ് അവിടെ നിർമ്മിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനാണ് അവന്റെ ശ്രമം. ബ്രൂസ് ആണെങ്കിൽ നതാഷ എവിടെയാണുള്ളത് എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഈ സമയം ക്ലിന്റ് ആണെങ്കിൽ അവിടെയുള്ള ആൾക്കാരെയൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തെ സെർച്ചിന് ശേഷം ബ്രൂസ് നതാഷയെ കണ്ടെത്തി. അവൻ ഉടനെ തന്നെ അവളെ പൂട്ടിയിട്ടിരിക്കുന്ന ഡോറൊക്കെ തകർത്തിട്ട് അവളെ പുറത്തേക്ക് ഇറക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങി ഉടനെ തന്നെ നതാഷ ചോദിക്കുന്നത് എന്താണ് നമ്മുടെ പ്ലാൻ എന്നാണ്. അതേക്കുമ്പോ നമുക്ക് രണ്ടുപേർക്കും അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് നിന്നെ രക്ഷിക്കാനാണ്. വേണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ആൾക്കാരെ ഒഴിപ്പിക്കാൻ സഹായിക്കാം. പക്ഷെ ആളുകളുള്ള സ്ഥലത്ത് വെച്ച് ഫൈറ്റ് ചെയ്യാൻ ഇനി ഞാനില്ല. നീ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാം എന്നാണ് ബ്രൂസ് പറയുന്നത്. ഇതേ സമയം തന്നെ ആ അൾട്രോൺ എവിടെയാണുള്ളത് എന്ന കാര്യം ഫ്രൈഡ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ടോണി നേരെ പോകുന്ന ഒരു പള്ളിയിലേക്കാണ്. ഈ സമയത്താണ് ടോണി അൾട്രോണിനെ കാണുന്നത്. അൾട്രോൺ ഇപ്പം അവന്റെ പുതിയ രൂപത്തിലാണല്ലോ നിൽക്കുന്നത്. അത് കാണുമ്പോ നീ എന്താ വൈബ്രേനിയം കൊണ്ട് കോക്ടെയിൽ ഉണ്ടാക്കി കുടിക്കുകയായിരുന്നു? നീ ശരിക്കും അങ്ങ് തടിച്ചു കൊഴുത്തല്ലോ. നീ ആളുകളെ രക്ഷിക്കാനാണോ ഈ ശ്രമിക്കുന്നതെല്ലാം? അതെ, മറന്നുപോയോ? അതായിരുന്നല്ലോ നിന്റെ മിഷൻ. ഞാൻ നിന്റെ ദൗത്യമെല്ലാം കടന്നിരിക്കുന്നു സ്റ്റാർക്ക്. ഞാനിപ്പോ സ്വതന്ത്രനാണ്. അൾട്രോൺ അത് പറഞ്ഞു തീരുമ്പോൾ ആ പള്ളിയിലെ നടുവിലായിട്ട് അതിന്റെ ഫ്ലോർ മൊത്തം തകർന്നു പോവാണ്. അതോടൊപ്പം തന്നെ ഒരു വലിയ മെഷീനാണ് പൊങ്ങി വരുന്നത്. ഈ സമയം അൾട്രോൺ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. നീ വിചാരിച്ചിരിക്കുന്നത് നിനക്കു മാത്രമേ പദ്ധതികളുള്ളൂ എന്നാണോ? ഈ സമയം ഫ്രൈഡ് ആ മെഷീൻ മൊത്തത്തിൽ സ്കാൻ ചെയ്ത് അതെന്താണെന്നുള്ള കാര്യം ടോണിയുടെ അടുത്ത് പറയാണ്. ബാക്കിയുള്ള മുഴുവൻ വൈബ്രേനിയം വെച്ചിട്ടാണ് ഈ മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ മെഷീൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല എന്നാണ് ഫ്രൈഡ പറയുന്നത്. ഈ സമയം അൾട്രോൺ സംസാരിക്കാൻ തുടങ്ങി. ഇതാണ് ടോണി നിന്റെ അവസാനം. ഇതാണ് എന്റെ സമയത്തുള്ള സമാധാനം എന്നാണ് അൾട്രോൺ പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും അൾട്രോണിന്റെ കുറെ റോബോട്ടുകൾ സിറ്റിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവറ്റകളെല്ലാവരും കൂടെ സിറ്റിയിലുള്ള പല കാര്യങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെല്ലാം പേടിച്ച് പരക്കം പായാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ ടോണി സിറ്റിയിലേക്ക് പോവാണ്. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് അവഞ്ചേഴ്സും ആ റോബോട്ടുമായിട്ടുള്ള ഒരു കിടിലം ഫൈറ്റാണ്. അതിനിടയിലാണ് വിഷൻ അൾട്രോണിന്റെ അടുത്തേക്ക് വരുന്നത്. അവനെ കാണുമ്പോ ഓ മൈ വിഷൻ, അപ്പോൾ അവരെന്നിൽ നിന്നും എല്ലാം തട്ടിയെടുത്തു. വ്യവസ്ഥകളെല്ലാം ഉണ്ടാക്കിയത് നീയല്ലേ, നിനക്കത് മാറ്റുകയും ചെയ്യാം. ഓൾ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് അൾട്രോൺ വിഷനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അൾട്രോണും വിഷൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അൾട്രോൺ അവനെ കയറി പിടിച്ച അപ്പം തന്നെ വിഷൻ അവന്റെ രണ്ട് കൈ വെച്ചിട്ട് അൾട്രോണിന്റെ തല പിടിച്ച് ഞെക്കാൻ തുടങ്ങി. വിഷൻ അങ്ങനെ ചെയ്യുന്നത് അൾട്രോണെ കൊണ്ട് അങ്ങോട്ട് താങ്ങാൻ പറ്റുന്നില്ല. അവൻ കഷ്ടപ്പെട്ട് വിഷനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ടോണി ഫ്രൈഡയുടെ അടുത്ത് കാര്യങ്ങൾ തിരക്കാൻ തുടങ്ങി. വിഷൻ എവിടെ എന്നാണ് ടോണി ചോദിക്കുന്നത്. അവൻ അൾട്രോണിനെ ഇന്റർനെറ്റിൽ നിന്ന് നശിപ്പിക്കുകയാണ്. ഇനി അതുവഴി രക്ഷപ്പെടാൻ അവനെ കൊണ്ട് പറ്റത്തില്ല എന്നാണ് ഫ്രൈഡ പറയുന്നത്. ഈ സമയവും വിഷനാണെങ്കിൽ അൾട്രോണിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്നാണ് അൾട്രോൺ അവന്റെ കൈ തട്ടി മാറ്റുന്നത്. അതോടുകൂടെ വിഷന്റെ ബോധം പോവാണ്. നീ എന്നെ ഷട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുകയാണോ? എന്നാൽ എനിക്കതൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് അൾട്രോൺ വിഷനെ ഇടിച്ച് താഴേക്കിടുകയാണ്. അങ്ങനെ അവനെ താഴെ കിടത്തിയതിനു ശേഷം അൾട്രോൺ നേരെ പോകുന്നത് ആ മെഷീന്റെ അടുത്തേക്കാണ്. നിങ്ങൾ എന്റെ ലോകം തട്ടിയെടുത്തില്ലേ, ഇനി നിങ്ങളുടേത് ഞാനും തട്ടിയെടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അൾട്രോൺ ആ മെഷീൻ ഓണാക്കുകയാണ്. ഇതേ സമയം തന്നെ തോർ ആണെങ്കിൽ അണ്ടർഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. അൾട്രോൺ അത് ഓണായി കഴിയുമ്പോൾ ആ താഴെ ഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഞ്ചിൻസ് ഒക്കെ ഓണാവാൻ തുടങ്ങി. അതോടുകൂടെ സിറ്റിയുടെ വലിയൊരു ഭാഗം ചതുരത്തിൽ ഇങ്ങനെ മുറിയാണ്. എന്നിട്ട് ആ മുറിഞ്ഞ ഭാഗം മുകളിലേക്ക് വരാൻ തുടങ്ങി. അതൊക്കെ കണ്ട് ബാക്കി ആർക്കും എന്താണ് ചെയ്യേണ്ടെന്നൊരു എത്തുംപിടിയും കിട്ടുന്നില്ല. ഈ സമയം സിറ്റിയുടെ ആ ഭാഗത്താണെങ്കിൽ ഒരുപാട് ആളുകളും കുടുങ്ങിയിട്ടുണ്ട്. അവരാണെങ്കിൽ അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അൾട്രോൺ ആ സിറ്റിയുടെ മുകളിലേക്ക് വരുന്നത്. അതിനുശേഷം ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളിത് കാണുന്നില്ലേ? ഇതിന്റെ സൗന്ദര്യം, ഇതിന്റെ അനിവാര്യത. നിങ്ങൾ ഉയരുന്നത് താഴേക്ക് വീഴാൻ വേണ്ടി മാത്രമാണ്. അവഞ്ചേഴ്സ്, നിങ്ങളാണ് എന്റെ ഉൽക്ക, എന്റെ വേഗതയും ആയുധവും. നിങ്ങളുടെ പരാജയത്തിന്റെ ആഘാതത്തിൽ ഭൂമി മൊത്തമായി തകരും. നിങ്ങളുടെ ഫോണിൽ നിന്നും കമ്പ്യൂട്ടറുകളിൽ നിന്നും എന്നെ പുറന്തള്ളിക്കോളൂ. എന്റെ ആളുകളെ തന്നെ എനിക്കെതിരെ തിരിച്ചോളൂ. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഈ പൊടിപടലങ്ങളൊക്കെ അടങ്ങുമ്പോൾ ഭൂമിയിലാകെ ജീവനോടെ ബാക്കിയാവുക മെറ്റൽ മാത്രമായിരിക്കും എന്നൊക്കെയാണ് അൾട്രോൺ പറയുന്നത്. അങ്ങനെ സിറ്റിയുടെ ഭാഗം ഇങ്ങനെ പതുക്കെ പതുക്കെ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ബ്രൂസും നതാഷയും ഇപ്പോഴും ആ അണ്ടർഗ്രൗണ്ടിൽ തന്നെയാണ്. എങ്ങനെയെങ്കിലും അവളെയും കൊണ്ട് പുറത്തു കടക്കാനാണ് ബ്രൂസ് ശ്രമിക്കുന്നത്. അത് കാണുമ്പോൾ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീ പച്ചയാവുന്നില്ലേ എന്നാണ് നതാഷ ചോദിക്കുന്നത്. ഇല്ല നതാഷ, ഇപ്പൊ നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കാൻ എനിക്ക് നല്ലൊരു കാരണമുണ്ട്. അത് നീയാണ്. ഓ അങ്ങനെയാണോ? എങ്കിൽ ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. പക്ഷെ എനിക്കിപ്പോ വേണ്ടത് മറ്റവനെയാണ് എന്ന് പറഞ്ഞിട്ട് അവള് ബ്രൂസിനെ തള്ളി താഴേക്കിടാണ്. അത് ബ്രൂസ് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ താഴേക്ക് പോയതിനു ശേഷം പിന്നീട് തിരിച്ചു വരുന്നത് ഹൾക്കാണ്. അത് കാണുമ്പോ ഓക്കെ, ഇനി നമുക്ക് പണി തീർത്തിട്ട് വരാം എന്നാണ് അവള് പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഹൾക്ക് നതാഷയും കൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ഇതേ സമയം തന്നെ ടോണി ആണെങ്കിൽ ആ ഉയർന്നു പോകുന്ന ഭാഗത്തിന്റെ സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ സമയം ആ ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഞ്ചിനെ കുറിച്ചൊക്കെ ഫ്രൈഡ് അവന്റെ അടുത്ത് പറയാൻ തുടങ്ങി. ആ വൈബ്രേനിയം കോറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതാണ് കല്ലും മണ്ണും എല്ലാം ഒരുമിച്ച് നിർത്തുന്നത്. അതിപ്പോ താഴേക്ക് വീഴാണെങ്കിൽ അതിന്റെ ആഘാതം ഒരുപാട് ആളുകളെ കൊല്ലും.
അൾട്രോൺ വിചാരിച്ചിരിക്കുന്ന ഉയരത്തിൽ നിന്നാണ് അത് താഴേക്കിടുന്നതെങ്കിൽ ലോകം തന്നെ നശിക്കും എന്നാണ് ഫ്രൈഡേ പറയുന്നത്. അത് കേട്ടതിന് ശേഷം ടോണി നേരെ പോകുന്നത് അവിടെയുള്ള ഒരു ഫ്ളാറ്റിനകത്തേക്കാണ്. അതിനകത്ത് കുറച്ച് ആൾക്കാർ കുടുങ്ങിയിട്ടുണ്ട്. അവൻ ഉടനെ തന്നെ അവരെല്ലാവരെയും പുറത്തേക്ക് ഇറക്കാണ്. അങ്ങനെ ആ പണിയൊക്കെ തീർത്തതിന് ശേഷം ടോണി വീണ്ടും ആ എഞ്ചിന്റെ അടുത്തേക്ക് എത്തി. ഈ സമയം ഫ്രൈഡേ വീണ്ടും അവന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇതിന്റെ ആന്റി ഗ്രാവിറ്റി സിസ്റ്റം സിറ്റിയെ തല കീഴായി മറിക്കാൻ പ്രാപ്തിയുള്ളതാണ്. അതുകൊണ്ട് അതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ സിറ്റി നേരെ താഴേക്ക് കുതിക്കും. അങ്ങനെ എങ്ങാനും സംഭവിക്കുകയാണെങ്കിൽ സിറ്റിയുടെ താഴേക്കുള്ള വരവ് പതുക്കെ ആയിരിക്കത്തില്ല എന്നാണ് ഫ്രൈഡേ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അതിന്റെ അറ്റം വൈബ്രേനിയം അല്ലേ, തോറിനത് തകർക്കാൻ സാധിക്കത്തില്ലേ എന്നാണ് ടോണി ചോദിക്കുന്നത്. ഇല്ല, അത് പിളരും. മാത്രമല്ല അപ്പോഴേക്ക് അതിന്റെ ആഘാതം മാരകമായിരിക്കും എന്നാണ് ഫ്രൈഡേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അപ്പുറത്തായിട്ട് ഒരു അടപ്പ് വെച്ചാലോ, അതിന്റെ അറ്റോമിക് റിയാക്ഷനെ തിരിച്ചു വിട്ടൂടെ? ഇല്ല, അത് സിറ്റിയെ മൊത്തം ആവിയാക്കി കളയും എന്നാണ് ഫ്രൈഡേ പറയുന്നത്. അങ്ങനെ അവർക്കിപ്പം അവിടുത്തെ ആളുകളെ ഒന്നും ഒഴിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നവർക്കൊരു എത്തുംപിടിയും കിട്ടുന്നില്ല. എന്നാൽ ഈ സമയത്താണ് അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. അത് നിക് ഫ്യൂറിയും കൂട്ടരുമായിരുന്നു. അവരിപ്പം ഒരു ഹെലികാരിയറും കൊണ്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് കണ്ട് എല്ലാവരും ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ആ ഉയർന്നു പോകുന്ന സിറ്റിയുടെ അടുത്തെത്തുമ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ അതിനകത്തേക്ക് കയറ്റാൻ വേണ്ടി ഫ്യൂറിയും കൂട്ടരും ആ ഹെലികാരിയറുടെ അകത്തു നിന്നും ചില ബോഗികളൊക്കെ പുറത്തേക്ക് ഇറക്കാണ്. ആ ബോഗികളിലേക്ക് ആളെ കയറ്റി ആ ആൾക്കാരെയെല്ലാം ആ ബോഗികൾ ആ ഹെലികാരിയറിലേക്ക് കൊണ്ടുവരും. അതാണ് അവരുടെ പ്ലാൻ. ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ക്യാപ്റ്റനും കൂട്ടരും. ഓ, അപ്പൊ ഇതാണല്ലേ ഷീൽഡ്? പീഡറോ ആണത് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇങ്ങനെയാണ് യഥാർത്ഥ ഷീൽഡ് ഉണ്ടാവേണ്ടത് എന്നാണ് ക്യാപ്റ്റൻ അതിന് മറുപടി പറയുന്നത്. എന്നാൽ ഈ സമയത്താണ് അൾട്രോണിന്റെ കുറെ റോബോട്ടുകൾ ആ ഹെലികാരിയറിന്റെ അടുത്തേക്ക് വരുന്നത്. അത് നശിപ്പിക്കാനാണ് അവറ്റകളുടെ ശ്രമം. പെട്ടെന്നാണ് റോഡിയുടെ എൻട്രി. വന്ന ഉടനെ തന്നെ അവൻ ആ റോബോട്ടുകളെല്ലാം ഷൂട്ട് ചെയ്ത് വീഴ്ത്താൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ടോണി അവന്റെ കൂടെ കൂടിയിട്ടുണ്ട്. അവര് രണ്ടുപേരും കൂടെ ആ റോബോട്ടുകളെ മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉടനെ തന്നെ നിക് ഫ്യൂറിയും കൂട്ടരും ആൾക്കാരെയൊക്കെ ആ ഹെലികാരിയറിന്റെ അകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവഞ്ചേഴ്സ് എല്ലാവരും ആ പള്ളിയിലേക്കാണ് പോയിരിക്കുന്നത്. അവരെല്ലാവരും ഇപ്പൊ അവിടെ വെച്ചിരിക്കുന്ന ആ മെഷീന്റെ ചുറ്റും നിൽക്കുകയാണ്. ഈ സമയത്താണ് അൾട്രോൺ അവന്റെ റോബോട്ടുകൾ അങ്ങോട്ട് വരുന്നത്. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു ഗംഭീര ഫൈറ്റ് ആണ്. അങ്ങനെ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ വിഷൻ ആ മൈൻഡ് സ്റ്റോണിന്റെ പവർ വെച്ചിട്ട് അൾട്രോണ് നേരെ ഫയർ ചെയ്യാൻ തുടങ്ങി. അൾട്രോൺ ആണെങ്കിൽ അതിനെ ഭേദിച്ച് മുന്നോട്ട് നടക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് തോറും ടോണിയും വിഷന്റെ കൂടെ ചേരുന്നത്. അവരും അൾട്രോണ് നേരെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 3 പേരും വളരെ ശക്തമായിട്ടുള്ള ഫയറിംഗ് ആണ് നടത്തുന്നത്. എങ്കിലും അവർക്ക് അൾട്രോണെ നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അവൻ വീണ്ടും എഴുന്നേറ്റ് വരികയാണ്. പെട്ടെന്നാണ് ഹൾക്ക് അങ്ങോട്ട് വന്നിട്ട് ഒറ്റയടിക്ക് അവനെ തെറിപ്പിച്ച് കളയുന്നത്. വളരെ ദൂരേക്കാണ് അൾട്രോൺ തെറിച്ചു പോകുന്നത്. ഇതെല്ലാം ബാക്കിയുള്ള റോബോട്ടുകളും കാണുന്നുണ്ട്. അൾട്രോൺ അവിടെ നിന്ന് പോയ ഉടനെ തന്നെ അവറ്റകളും ആ സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ബാക്കിയുള്ളവർ അവറ്റകളെ വിടുന്നില്ല. എല്ലാവരും കൂടെ ചേർന്ന് ആ റോബോട്ടുകളെ മൊത്തം ഷൂട്ട് ചെയ്ത് വീഴ്ത്താൻ തുടങ്ങി. ഈ സമയം ക്യാപ്റ്റനും കൂട്ടരും ആ പള്ളിക്കകത്താണ് നിൽക്കുന്നത്. ക്യാപ്റ്റൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, ഇവിടുത്തെ വായുമർദ്ദം കുറയുന്ന എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പൊക്കോ, ഈ മെഷീന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വാൻഡ അവരവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. ഇതേ സമയം തന്നെ അൾട്രോൺ ആണെങ്കിൽ നേരെ പോയിരിക്കുന്നത് അവഞ്ചേഴ്സിന്റെ ആ ജെറ്റിന്റെ അടുത്തേക്കാണ്. അങ്ങനെ ബാക്കി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. നതാഷ നേരെ പോകുന്നത് ഹൾക്കിന്റെ അടുത്തേക്കാണ്. അവനെ പറഞ്ഞ് ശാന്തനാക്കി ബ്രൂസ് ആക്കി മാറ്റണം. അതിനാണ് അവൾ ശ്രമിക്കുന്നത്. എന്നാൽ ഹൾക്കാണെങ്കിൽ ഇപ്പോഴും കലിയടങ്ങാതെ നിൽക്കുകയാണ്. അതിനിടയിൽ ക്ലിന്റ് നേരെ പോകുന്നത് ആ ബോഗിയിലേക്കാണ്. അവൻ അതിനകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ഒരു ലേഡി ഒരു കാര്യം പറയുന്നത്. അതായത് അവളുടെ മകൻ അവിടുത്തെ മാർക്കറ്റിലുണ്ട്, അവനെ ഒന്ന് രക്ഷിക്കണം എന്നാണ് അവൾ ക്ലിന്റിനോട് പറയുന്നത്. ക്ലിന്റ് നോക്കുമ്പോൾ കുറച്ച് അപ്പുറത്തായിട്ട് അവളുടെ മകൻ നിൽക്കുന്നുണ്ട്. അവൻ ഉടനെ തന്നെ ആ പയ്യന്റെ അടുത്തേക്ക് പോവാണ്. ഈ സമയം ടോണി ആണെങ്കിൽ ആ പള്ളിയുടെ താഴെയാണുള്ളത്. അവനിപ്പോ അതിന്റെ ഫ്ലോർ മൊത്തം തകർത്ത് ആ മെഷീന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും അവർക്ക് ആ മെഷീൻ ഡിസേബിൾ ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ തോറിന് വിളിച്ച് ഒരു പ്ലാൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേ സമയം തന്നെ നതാഷയാണെങ്കിൽ ഹൾക്കിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അൾട്രോൺ ആ ജെറ്റുമായി അങ്ങോട്ട് വന്നിട്ട് ഹൾക്കിന് നേരെ ഷൂട്ട് ചെയ്യുന്നത്. അത് കാണുമ്പോൾ അവന്റെ ദേഷ്യം പിന്നെയും കൂടാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ക്ലിന്റ് ആണെങ്കിൽ ആ പയ്യൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അതിനിടയിലാണ് അൾട്രോൺ അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നത്. ആ വെടിയുണ്ടകളൊക്കെ തന്നെ നേർക്ക് വരുന്ന കാണുമ്പോൾ ക്ലിന്റ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ പയ്യനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ ഇതെല്ലാം പീഡ്രോയും കാണുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ ക്ലിന്റിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ്. അങ്ങനെ ആ വെടിശബ്ദമൊക്കെ ഒതുങ്ങി കഴിഞ്ഞ് ക്ലിന്റ് നോക്കുമ്പോൾ ആ വെടി മൊത്തം കൊണ്ടിരിക്കുന്നത് പീഡ്രോയ്ക്കാണ്. അങ്ങനെ അവൻ മരിച്ചു വീഴുന്നു. പീഡ്രോ മരിച്ച കാര്യം വാൻഡയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് ഉറക്കെ കരയാണ്. അവൾ അവിടെ നിന്ന് കരയുമ്പോൾ ആ അൾട്രോണിന്റെ കുറെ റോബോട്ടുകൾ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നാൽ ഈ സമയം വാൻഡയുടെ ശരീരത്തിൽ നിന്നും അതിശക്തമായിട്ടുള്ള എനർജിയാണ് പുറത്തേക്ക് വരുന്നത്. അതിൽപ്പെട്ട് ആ റോബോട്ടുകൾ എല്ലാവരും ചിതറിപ്പോവാണ്. ഇതേ സമയം തന്നെ ഹൾക്കാണെങ്കിൽ നതാഷയെ പൊക്കിയെടുത്തിട്ടുണ്ട്. അവൻ അവളെയും കൊണ്ട് നേരെ പോകുന്നത് ആ ഹെലികാരിയറിലേക്കാണ്. അതിനുശേഷം അവളെ സേഫ് ആയിട്ട് അവിടെ വെക്കുന്നു. അങ്ങനെ അവൾ അവിടെ വെച്ചതിന് ശേഷം അവൻ പിന്നീട് പോകുന്നത് അൾട്രോണിന്റെ അടുത്തേക്കാണ്. ഒറ്റച്ചാട്ടത്തിന് തന്നെ അവൻ അൾട്രോൺ ഇരിക്കുന്ന ജെറ്റിലേക്ക് കയറുന്നു. അതിനുശേഷം അൾട്രോൺ എടുത്ത് പുറത്തേക്ക് ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്. അങ്ങനെ അവൻ നേരെ ചെന്ന് വീഴുന്നത് അവിടെയുള്ള ഒരു ബസ്സിനകത്തേക്കാണ്. ഈ സമയത്താണ് വാൻഡ അവന്റെ അടുത്തേക്ക് വരുന്നത്. പീഡ്രോ മരിച്ചതിന്റെ ദേഷ്യവും സങ്കടവും അവളിൽ നിന്ന് ഇതുവരെയായിട്ടും പോയിട്ടില്ല. ഇതിനൊക്കെ കാരണം അൾട്രോൺ ആണ്. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ പവർ വെച്ച് അവന്റെ ഹാർട്ട് പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ്. എന്നാൽ അതുകൊണ്ടൊന്നും അൾട്രോൺ മരിച്ചിട്ടില്ല. ഈ സമയം അവൻ ആ മെഷീന്റെ അടുത്ത് കിടക്കുന്ന മറ്റൊരു റോബോട്ടിന്റെ ശരീരത്തിലേക്ക് കയറുകയാണ്.
ഈ സമയമാകുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ആ ഹെലികാരിയറിന്റെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. അതിനിടയിലാണ് അൾട്രോൺ ആ മെഷീൻ ഓൺ ആക്കുന്നത്. അതോടുകൂടെ ആ സിറ്റി വളരെ വേഗത്തിൽ ഭൂമിയിലേക്ക് തന്നെ പതിക്കാൻ തുടങ്ങി. ഈ സമയം തന്നെ ടോണി ആണെങ്കിൽ ആ മെഷീന്റെ അടിയിലാണുള്ളത്. അവൻ ഉടനെ തന്നെ ആ മെഷീനിലേക്ക് ഫയർ ചെയ്യാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് ആ മെഷീൻ ഓവർലോഡ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ആ സിറ്റി ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് തകർത്ത് കളയാൻ സാധിക്കും. പക്ഷെ അത്രയും എനർജി കൊടുക്കാൻ ടോണിക്ക് ഒറ്റയ്ക്ക് സാധിക്കത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് അവൻ തോറിനെ വിളിച്ചിരിക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും വിഷൻ അങ്ങോട്ട് വന്നിട്ട് വാൻഡെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ ടോണിയുടെ നിർദ്ദേശപ്രകാരം തോർ അവന്റെ മുഴുവൻ എനർജിയും വെച്ച് ആ മെഷീൻ ഒരു അടി കൊടുക്കുകയാണ്. അതോടുകൂടെ ആ മെഷീൻ മൊത്തം ഓവർലോഡായി. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ സിറ്റി ഭൂമിയുടെ മുകളിൽ വെച്ചിട്ട് തന്നെ പൊട്ടിത്തെറിക്കുകയാണ്. ഇതേ സമയം തന്നെ ഹൾക്കാണെങ്കിൽ ആ ജെറ്റിലാണ് ഇരിക്കുന്നത്. അതിനകത്ത് വേറെ ആരുമില്ല. ഈ സമയത്താണ് നതാഷ അവനെ വിളിക്കുന്നത്. അവള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞു, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, നീ ഉടനെ തന്നെ തിരിച്ചു പോവാ എന്നാണ് അവള് പറയുന്നത്. എന്നാൽ ഹൾക്കിനെ സംബന്ധിച്ച് അവൻ ഇനി അവരുടെ അടുത്തേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ല. പോവുകയാണെങ്കിൽ അവൻ കാരണം ഇനിയും പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ അവൻ ആ കോള് കട്ട് ചെയ്യാണ്. അങ്ങനെ അൾട്രോൺ കാരണം ഉണ്ടാവാൻ പോകുന്ന ആ വലിയ നാശം വളരെ കഷ്ടപ്പെട്ടാണ് അവഞ്ചേഴ്സ് തടുത്തത്. ഈ സമയമാകുമ്പോഴും അൾട്രോൺ ഇതുവരെയായിട്ട് പോയിട്ടില്ല. അവൻ ഒരിടത്തേക്ക് കയറി വരുമ്പോഴാണ് വിഷൻ അൾട്രോണിന്റെ അടുത്തേക്ക് വരുന്നത്. നിന്നെ കണ്ടിട്ട് നീ നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ടല്ലോ. നിന്നെ കണ്ടിട്ടോ? എന്നെ കണ്ടിട്ടല്ല, മരണത്തെ. നിന്റെ ഈ ശരീരമാണ് ഇനി ആകെ ബാക്കിയുള്ളത്. നീയായിരുന്നു അവസാനത്തേതാവേണ്ടിയിരുന്നത്. സ്റ്റാർക്കിന് വേണ്ടത് ഒരു രക്ഷകനെ ആയിരുന്നു. എന്നിട്ട് കിട്ടിയതോ ഒരടിമയെ. ഏയ്, അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടുപേരും നിരാശകളായിരുന്നെന്നാണ്. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. മനുഷ്യർ വിചിത്രരാണ് അൾട്രോൺ. അവര് കരുതുന്നത് വ്യവസ്ഥയും അവ്യവസ്ഥയും ഓപ്പോസിറ്റ് ആണെന്നാണ്. അങ്ങനെ അല്ലാത്തതിനെ നിയന്ത്രിക്കാനും ശ്രമിക്കും. പക്ഷെ അവരുടെ പരാജയങ്ങളിലും ഒരു സൗന്ദര്യമുണ്ട്. നിനക്കത് മാത്രം കാണാൻ സാധിച്ചില്ല. പക്ഷെ അതെല്ലാം നശിച്ചില്ലേ? അതെ, പക്ഷെ എന്നൊന്നും നിലനിൽക്കുന്നത് കൊണ്ടല്ല ഒരു കാര്യം മനോഹരമാവുന്നത്. അവരുടെ കൂട്ടത്തിൽ കൂടാൻ പറ്റുന്നതും ഒരു ഭാഗ്യമാണ്. എന്താണ് വിഷൻ ഇത്? നീ എന്തൊരു നിഷ്കളങ്കനാണ്. അതെ, ഞാൻ ഇന്നലെ ജനിച്ചിട്ടല്ലേ ഉള്ളൂ എന്നാണ് വിഷൻ അതിന് മറുപടി പറയുന്നത്. അത് കേൾക്കുമ്പോൾ അൾട്രോൺ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് ചാടുകയാണ്. എന്നാൽ പെട്ടെന്നാണ് വിഷൻ ആ മൈൻഡ് സ്റ്റോൺ വെച്ചിട്ട് അവന് നേരെ ഫയർ ചെയ്യുന്നത്. അതിൽപ്പെട്ട് അൾട്രോൺ പൂർണ്ണമായിട്ട് നശിച്ചു പോവാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചു. ക്ലിന്റ് നേരെ പോകുന്നത് അവന്റെ വീട്ടിലേക്കാണ്. അവൻ തിരിച്ചു വരുമെന്ന് പ്രോമിസ് കൊടുത്തിട്ടാണ് ആ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. അവനിപ്പോ തിരിച്ചു വന്ന് കാണുമ്പോൾ അവന്റെ ഭാര്യയാണെങ്കിൽ വളരെ സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇതേ സമയം തന്നെ ടോണി നേരെ പോയിരിക്കുന്നത് അവഞ്ചേഴ്സിന്റെ പുതിയ ഫെസിലിറ്റിയിലേക്കാണ്. ബാക്കി എല്ലാവരും അവിടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിന്റെ തിരക്കിലാണ്. ഈ സമയം നതാഷ അവിടെ നിൽക്കുന്നുണ്ട്. അവർ കുറച്ചു നേരമായിട്ട് ബ്രൂസിനെ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. നിക് ഫ്യൂറി ഇപ്പൊ അതിനെ കുറിച്ചിട്ടാണ് അവളോട് പറയുന്നത്. നമ്മുടെ ജെറ്റ് ഒരു കടലിൽ ഇടിച്ചിറങ്ങിയിട്ടുണ്ട്. പക്ഷെ സ്റ്റാർക്കിന്റെ സ്റ്റെൽത്ത് ടെക്നോളജി ഉള്ളത് കാരണം എവിടെയാണെന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ അവൻ ഫിജിയിലേക്ക് എങ്ങാനും പോയി കാണും എന്നാണ് ഫ്യൂറി പറയുന്നത്. അത് കേൾക്കുമ്പോൾ നതാഷയാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അത് കാണുമ്പോൾ നീ വിഷമിക്കേണ്ട, അവൻ അവിടെ ചെന്നിട്ട് വല്ല പോസ്റ്റ് കാർഡ് അയച്ചോളും എന്ന് പറഞ്ഞിട്ട് ഫ്യൂറി അവിടെ നിന്ന് പോകാൻ തുടങ്ങി. അത് കാണുമ്പോൾ നിക്ക് ഫ്യൂറി, പണ്ട് ബ്രൂസിനെ നമ്മുടെ ടീമിൽ ചേർക്കാൻ വേണ്ടി നിങ്ങൾ അയച്ചത് എന്നെയായിരുന്നു. അന്ന് എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു. അത് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. നല്ലത് പ്രതീക്ഷിക്കാം, കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെടാം. എന്താണെങ്കിലും എനിക്ക് നല്ലൊരു ടീമിനെ തന്നെ കിട്ടി എന്നാണ് ഫ്യൂറി പറയുന്നത്. അതേക്കുമ്പോ പക്ഷെ ഒന്നും എല്ലാ കാലവും നിലനിൽക്കത്തില്ലല്ലോ. പ്രശ്നങ്ങൾ ഉണ്ടാവും മിസ് റംനോഫ്. ആര് ജയിച്ചാലും തോറ്റാലും ശരി, പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവാണ്. ഇതേ സമയം തന്നെ തോറും ടോണിയും ക്യാപ്റ്റനും കൂടെ ഒരു ചർച്ചയിലാണ്. വിഷൻ ആ ചുറ്റിക എടുത്ത് പൊക്കിയതിനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. അതൊരു മെഷീനാണല്ലോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതുകൊണ്ടാണ് അവൻ ആ ചുറ്റിക എടുത്തത്. പക്ഷെ അതൊരു വ്യക്തി ചുറ്റിക എടുക്കുന്നത് പോലെ അല്ലല്ലോ എന്നാണ് ടോണി പറയുന്നത്. അതെ ടോണി, അവൻ ചുറ്റിക ഉപയോഗിക്കാൻ അർഹനാണ്. അതുകൊണ്ട് മൈൻഡ് സ്റ്റോൺ അവൻ തന്നെ സൂക്ഷിക്കട്ടെ. അത് വിഷന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. ഈ കാലത്ത് സുരക്ഷിതത്വമാണ് ഇല്ലാത്തത്. അപ്പൊ എന്തായാലും ശരി, എനിക്കിവിടെ നിങ്ങളുടെ കൂടെ നിൽക്കണമെന്നായിരുന്നു. പക്ഷെ എനിക്ക് പോയേ പറ്റൂ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ പൊങ്ങി വന്ന 4ാമത്തെ ഇൻഫിനിറ്റി സ്റ്റോൺ ആണ് മൈൻഡ് സ്റ്റോൺ. ഇതൊരു കോയിൻസിഡൻസ് ആവാൻ സാധ്യതയില്ല. ആരോ ഇതിന്റെയൊക്കെ പുറകിലുണ്ട്. അതാരാണെങ്കിലും അയാൾ നമ്മളെയൊക്കെ വെച്ച് കളിക്കുകയാണ്. എല്ലാ രത്നങ്ങളും അതിന്റെ സ്ഥാനത്തെത്തിയാൽ അയാൾ കളി ജയിക്കും. അതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഞാൻ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തോർ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ തോർ പോയി കഴിഞ്ഞതിന് ശേഷം ടോണി അവിടെ നിന്ന് പോകുന്നു. ടോണിയെ യാത്രയൊക്കെ കഴിഞ്ഞ് ക്യാപ്റ്റൻ നേരെ പോകുന്നത് അവഞ്ചേഴ്സിന്റെ ഫെസിലിറ്റിക്കുള്ളിലേക്കാണ്. ഈ സമയമാകുമ്പോഴേക്കും ബാക്കി അവഞ്ചേഴ്സും അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി കാണിക്കുന്നത് താനോസിനെയാണ്. അയാളിപ്പം ഒരു ഗോൺലെറ്റ് കയ്യിലെടുത്തിട്ടുണ്ട്. ഫൈൻ, അതിന് ഞാൻ തന്നെ ചെയ്തോളാം എന്നാണ് താനോസ് ആ ഗോൺലെറ്റ് എടുത്തതിന് ശേഷം പറയുന്നത്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.